विदिताखिलशास्त्रसुधा जलधे महितोपनिषत् कथितार्थनिधे हृदये कलये विमलं चरणं भवशङ्कर देशिकमे शरणम् करुणावरुणालय पालय मां भवसागर दुःखविदूनहृदं रचयाखिल दर्शन तत्त्वविदं भवशङ्कर देशिकमे शरणम्. श्री गुरुभ्यो नमः. चिदविद्याविलासेन भूतभौतिकसृष्टयः തന്നൗമി പരമാത്മാനം സച്ചിദാനന്ദ വിഗ്രഹം. തുടങ്ങല്ലേ? ഓർക്കുന്നുണ്ടല്ലോ അല്ലെ മുമ്പ് പറഞ്ഞതൊക്കെ കുറെയൊക്കെ? തത്ര യഥാ തടാഗോദകം ഛിദ്രാൻ നിർഗത്യ കുല്യാത്മനാ കേദാരാൻ പ്രവിശ്യ തദ്വദേവ ചതുഷ്കോണാദ്യാകാരം ഭവതി തഥാ തൈജസമന്തഃകരണമപി ചക്ഷുരാദിദ്വാരാ നിർഗത്യ ഘടാദി വിഷയദേശം ഗത്വാ ഘടാദി വിഷയാകാരേണ പരിണമത്തെ സ ഏവ പരിണാമോ വൃത്തിരിത്യുച്യത്തെ. അനുമിത്യാദിസ്ഥലേ തു ന അന്തഃകരണസ്യ വന്യാദിദേശഗമനം ജ്ഞാദേഹേ ചക്ഷുരാദ്യസന്നികർഷാത്. ഇത് മനസ്സിലായല്ലോ അല്ലെ? പ്രത്യക്ഷ സ്ഥലത്തിലും പരോക്ഷ സ്ഥലത്തുമുള്ള വ്യത്യാസം എന്താണ്? പരോക്ഷസ്ഥലം എന്ന് പറഞ്ഞാൽ പരോക്ഷജ്ഞാനം ഉണ്ടാവുന്ന സന്ദർഭത്തില് ആ വിഷയം നമുക്ക് ഇന്ദ്രിയവുമായിട്ട് സന്നികൃഷ്ടമല്ല, അതുകൊണ്ട് അന്തഃകരണ വൃത്തി അവിടെ എത്തുന്നില്ല. അതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് അന്തഃകരണ വൃത്തി പ്രതിഫലിത ചൈതന്യം ഉണ്ടെങ്കിലും എന്താണ് വ്യത്യാസം വന്നത്? പ്രത്യക്ഷജ്ഞാനത്തിനും പരോക്ഷജ്ഞാനത്തിനും എങ്ങനെയാ പറയാ? ജ്ഞാനത്തിന്റെ ലക്ഷണം എന്താണ്? അന്തഃകരണ വൃത്തി അവച്ഛിന്ന ചൈതന്യം എന്ന് മാത്രം പറഞ്ഞാൽ അത് പ്രത്യക്ഷ പരോക്ഷ സാധാരണമാണ്. പ്രത്യക്ഷജ്ഞാനവും അന്തഃകരണ വൃത്തി അവച്ഛിന്ന ചൈതന്യമാണ്, പരോക്ഷജ്ഞാനവും അന്തഃകരണ വൃത്തി അവച്ഛിന്ന ചൈതന്യമാണ്. അപ്പൊ എന്താ വ്യത്യാസം? വിഷയാവച്ഛിന്ന ചൈതന്യ അഭിന്നമായ അന്തഃകരണ വൃത്തി അവച്ഛിന്ന ചൈതന്യമാണ് പ്രത്യക്ഷം. നിങ്ങളെല്ലാം മറന്നുപോയി. ഇനി ഇതൊക്കെ ആദ്യം പറയണോ? നിങ്ങൾക്കാണ് മടുക്കുക. ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മടുക്കും. ഓർത്തു വെക്കാനും ഒരു കാര്യം ഉൾക്കൊണ്ടത് വീണ്ടും അതേപോലെ പറയാനുള്ള കഴിവ് സമ്പാദിക്കണം. വിഷയാവച്ഛിന്ന ചൈതന്യം, വൃത്യവച്ഛിന്ന ചൈതന്യം എന്ന് രണ്ട് ചൈതന്യത്തെ കുറിച്ച് പറഞ്ഞു. വിഷയാവച്ഛിന്ന ചൈതന്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് ചൈതന്യത്തിലാണോ വിഷയം നിൽക്കുന്നത്, അതായത് വിഷയവുമായി ബന്ധപ്പെട്ട ചൈതന്യം. വൃത്യവച്ഛിന്ന ചൈതന്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അന്തഃകരണ വൃത്തിയിൽ പ്രതിഫലിക്കുന്ന ചൈതന്യം. ഇതിപ്പോ രണ്ടും ഒന്നായി മാറി, ഇല്ലേ? ഒന്നായി മാറി. എപ്പോഴാണ് ഒന്നായി മാറിയത്? അന്തഃകരണ വൃത്തി വിഷയദേശത്തുള്ളപ്പോൾ. അന്തഃകരണ വൃത്തി വിഷയദേശത്തുള്ളപ്പോൾ അന്തഃകരണ വൃത്തി അവച്ഛിന്ന ചൈതന്യവും വിഷയാവച്ഛിന്ന ചൈതന്യവും ഒന്നായി. അപ്പൊ എന്തു വന്നു? വിഷയാവച്ഛിന്ന ചൈതന്യാഭിന്ന അന്തഃകരണ വൃത്തി അവച്ഛിന്ന ചൈതന്യം. അവിടെ എന്തായി? അങ്ങനെ ഒരു അഭേദം അവിടെ സംഭവിച്ചു. വിഷയാവച്ഛിന്ന ചൈതന്യത്തോട് അഭിന്നമായി തീർന്നു അന്തഃകരണ വൃത്തി അവച്ഛിന്ന ചൈതന്യം. ഇതാണ് ഇപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇങ്ങനെ സംഭവിക്കുമ്പോഴാണ് പ്രത്യക്ഷ ജ്ഞാനം എന്ന് പറയുന്നത്. ഇങ്ങനെ സംഭവിക്കുമ്പോഴാണ് പ്രത്യക്ഷ ജ്ഞാനം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പ്രത്യക്ഷ ജ്ഞാനം എന്ന് പറയുന്ന സാധനം എന്താണ്? വേറെന്തെങ്കിലും ആണോ? വിഷയാവച്ഛിന്ന ചൈതന്യത്തോട് അഭിന്നമായി വിഷയദേശത്ത് പ്രകാശിക്കുന്ന വൃത്യവച്ഛിന്ന ചൈതന്യം ആണ് പ്രത്യക്ഷ ജ്ഞാനം. പരോക്ഷജ്ഞാനം എന്ന് പറയുമ്പോഴോ? പരോക്ഷജ്ഞാനം നടക്കുമ്പോൾ വിഷയാവച്ഛിന്ന ചൈതന്യം അഭിന്നമല്ല വൃത്യവച്ഛിന്ന ചൈതന്യം. പരോക്ഷജ്ഞാനവും വൃത്യവച്ഛിന്ന ചൈതന്യമാണ്, പക്ഷെ എന്തല്ല? വിഷയാവച്ഛിന്ന ചൈതന്യത്തോട് അഭിന്നമല്ല. എന്തുകൊണ്ടേ അഭിന്നമാവാതിരുന്നത്? വിഷയദേശത്തിൽ വൃത്തിയില്ല. എന്തുകൊണ്ടാണ് വൃത്തി ഇല്ലാതിരുന്നത്?
വിഷയത്തോടെ ഇന്ദ്രിയത്തിന് സംബന്ധമില്ല. അപ്പൊ വിഷയത്തിനോട് ഇന്ദ്രിയത്തിന് സംബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ വൃത്തി എവിടെ എത്തുള്ളൂ. അപ്പോഴേ വൃത്യവച്ഛിന്ന ചൈതന്യവും വിഷയാവച്ഛിന്ന ചൈതന്യവും ഒന്നാവുകയുള്ളൂ. ഇപ്പൊ എല്ലാം ഓർമ്മ വന്നു. ഇനി അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് അനുമതി എന്ന് പറഞ്ഞാൽ ഒരു പരോക്ഷജ്ഞാനമാവുന്നു. ഈ പരോക്ഷജ്ഞാനത്തില് വിഷയമാണ് വന്നി. പർവ്വതോ വന്യമാൻ എന്നുള്ള അനുമതി എടുത്തു കഴിഞ്ഞാൽ വന്നിയാണ് വിഷയം. ആ വന്യയുമായിട്ട് ഇന്ദ്രിയത്തിന് സന്നികർഷമില്ല, സംബന്ധമില്ല. അതുകൊണ്ട് വന്യവച്ഛിന്ന ചൈതന്യവും അന്തഃകരണ വൃത്യവച്ഛിന്ന ചൈതന്യവും ഒന്നല്ല. അതുകൊണ്ട് അത് പരോക്ഷജ്ഞാനമാകുന്നു. ഇതാണ് നമ്മൾ ശാസ്ത്രീയമായിട്ട് നിരൂപണം ചെയ്തത്. അതില് ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഈ പർവ്വതോ വന്യമാൻ എന്ന് പറയുന്ന ഒരു അനുമതി, ഈ അനുമതിയില് ശരിക്കും പറഞ്ഞാൽ രണ്ടംശമുണ്ട് അല്ലേ? പർവ്വത എന്നൊരംശം, വന്നി എന്നൊരംശം. അതില് പർവ്വതത്തെ നിങ്ങൾ കാണുന്നുണ്ട്, വന്യയെ കാണുന്നില്ല, ഊഹിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? പർവ്വതത്തെ കാണുന്നു, പർവ്വതത്തിലുള്ള വന്യയെ കാണുന്നില്ല, പരോക്ഷമായിട്ട് അറിയുന്നു, പ്രത്യക്ഷമായിട്ട് അറിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ പർവ്വതോ വന്യമാൻ എന്നത് ഒരു ജ്ഞാനമാണോ അതോ രണ്ട് ജ്ഞാനമാണോ? എന്താ പറയാ? സമൂഹാലംബന ജ്ഞാനം എന്നാണ് അയാൾ പറയുന്നത്. ശരിയല്ല. സമൂഹാലംബന ജ്ഞാനമാണെങ്കിൽ പർവ്വത വന്യശ്ച എന്ന് വരണം അല്ലെ? രണ്ടും മുഖ്യവിശേഷ്യമാണ്. അപ്പോഴാണ് സമൂഹാലംബന ജ്ഞാനമുള്ളൂ. വിശേഷണ വിശേഷ്യഭാവം ഉണ്ടെങ്കിൽ അതിന് സമൂഹാലംബന ജ്ഞാനം എന്ന് പേരില്ല. അത് നിങ്ങൾ നോക്കണ്ട. സമൂഹാലംബന ജ്ഞാനം എന്ന് പറഞ്ഞൊരു ജ്ഞാനുണ്ട്, അതിനെക്കുറിച്ച് ചോദിച്ചതാണ്. പർവ്വതോ വന്യമാൻ എന്ന ജ്ഞാനത്തില് പർവ്വതം വിശേഷ്യവും വന്നി പ്രകാരവുമാണ്, വിശേഷണവുമാണ്. അപ്പൊ അത് രണ്ടും വിശേഷ്യമല്ല. അതുകൊണ്ട് സമൂഹാലംബന ജ്ഞാനമല്ല. സമൂഹാലംബന ജ്ഞാനമാണെങ്കിലും അത് ഒരു ജ്ഞാനാണ്, രണ്ട് ജ്ഞാനമാണ് ധരിക്കരുത്, ഒരേ ജ്ഞാനാണ്. പർവ്വതോ വന്യമാൻ എന്നുള്ള ജ്ഞാനം ഒരു ജ്ഞാനമാണോ രണ്ട് ജ്ഞാനമാണോ ചോദിച്ചു കഴിഞ്ഞാൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ഒരു ജ്ഞാനമാണ്. പർവ്വതോ വന്യമാൻ എന്നത് ഒരു ജ്ഞാനമാകുന്നു, അത് രണ്ട് ജ്ഞാനമല്ല. ഇതിപ്പോ എന്തിനാ പറഞ്ഞേ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട്. പർവ്വതം നമുക്ക് പ്രത്യക്ഷമാണ്, വന്നി പ്രത്യക്ഷമല്ല. വന്നി പരോക്ഷമാണ്, പർവ്വതം പ്രത്യക്ഷമാണ്. അങ്ങനല്ലേ? അപ്പോ പർവ്വതോ വന്യമാൻ എന്നുള്ള ജ്ഞാനം ഒരു ജ്ഞാനമാണെന്ന് പറയുകയാണെങ്കിൽ ഉടനെ ചോദ്യം വരും, ഇത് പ്രത്യക്ഷ ജ്ഞാനമാണോ അതോ പരോക്ഷ ജ്ഞാനമാണോ? പർവ്വതം കാണുന്നുണ്ട്, വന്നി കാണുന്നില്ല. ഇതെന്തോ വേറെ എന്തോ വലിയ വിഷയമാണെന്ന് ഇരിക്കരുത്, സാമാന്യ കാര്യങ്ങളാണ് പറയണത്. പർവ്വതത്തെ കാണുന്നു, വന്യെ കാണുന്നില്ല. നിങ്ങൾക്ക് ഉണ്ടാകുന്ന ജ്ഞാനം എന്താണ്? പർവ്വതോ വന്യമാൻ എന്നാണ് ജ്ഞാനം ഉണ്ടാവുന്നത്. ഇത് പ്രത്യക്ഷ ജ്ഞാന പരോക്ഷ ജ്ഞാന? എങ്ങനെയാ? പർവ്വതത്തെ കാണുന്നില്ലേ? ചോദ്യം മനസ്സിലായോ? കുഴപ്പം മനസ്സിലായോ? വന്യെ കാണുന്നുണ്ട്, അല്ല അപ്പൊ വന്യെ കാണുന്നില്ല, പർവ്വതത്തെ കാണുന്നുണ്ട്. പർവ്വതത്തെ കാണുന്നുണ്ട് എന്നുള്ള നിലയ്ക്ക് ഇത് പ്രത്യക്ഷ ജ്ഞാനമാണ് എന്ന് പറയണം. വന്യെ കാണുന്നില്ല എന്നുള്ള നിലയ്ക്ക് ഇത് പരോക്ഷ ജ്ഞാനമാണെന്ന് പറയണം. അപ്പൊ ഒരു ജ്ഞാനം തന്നെ പ്രത്യക്ഷ ജ്ഞാനമാണ് എന്നും ഒരു നിലയ്ക്ക് നോക്കിയാൽ പ്രത്യക്ഷ ജ്ഞാനമാണ്, മറ്റൊരു നിലയ്ക്ക് നോക്കിയാൽ പരോക്ഷ ജ്ഞാനമാണ് എന്ന് വന്നു ചേർന്നില്ലേ? അത് ശരിയാണോ എന്നൊരു ചോദ്യം നൈയായികന്മാർക്കുണ്ട്. നൈയായികന്മാർ ഒരു സ്ഥലത്ത് പറഞ്ഞ നൈയായികന്മാർക്ക് അതിന്റെ മുകളിലുള്ള ചോദ്യം എന്താ ചോദിച്ചാൽ, പർവ്വതോ വന്യമാനിതി ജ്ഞാനേ പ്രത്യക്ഷത്വമപ്യസ്തി പരോക്ഷത്വമപ്യസ്തി ഭവിഷ്യതി. യദ്യേവം സ്യാത് തർഹി പ്രത്യക്ഷത്വ പരോക്ഷത്വയോഃ ഏകത്ര സമാവേശാത് പ്രത്യക്ഷത്വം പരോക്ഷത്വം ച ജാതിഃ ന സ്യാത്. അയം ക്ലേശഃ തേഷാം വർത്തത്തെ. വിരുദ്ധയോർധർമ്മയോഃ ഏകത്ര സമാവേശേ സാങ്കര്യം ഭവതി, തസ്മാത് ജാതിഃ ന ഭവതി. ജാതിബാധകം വർത്തത്തെ. അതഃ പ്രത്യക്ഷത്വ പരോക്ഷത്വയോഃ ജാതിത്വം ന സ്യാത് ഇതി നൈയായികാനാം പ്രശ്നഃ ഭവതി. അതിരിക്കട്ടെ, നിങ്ങൾ അങ്ങോട്ട് അത്രയും പോണ്ട. നൈയായികന്മാരെന്തോ പറയട്ടെ. നമുക്കിപ്പോ ചുരുക്കത്തിൽ എന്താ വരുന്നത്, നൈയായികനാണോ വേറെ ആരെങ്കിലും ആണോ എന്നുള്ളതല്ല. സാധാരണ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ജാതിയാണോ അല്ലയോ ഒന്നും വിഷയമല്ല. അത് ടെക്നിക്കൽ സൈഡാണ്. വിരുദ്ധമായ രണ്ട് ധർമ്മങ്ങളാണ്. അത് രണ്ടും കൂടി ഒരു സ്ഥലത്ത് വന്നുകൂടാ. ഒരേ ജ്ഞാനത്തെ തന്നെ പ്രത്യക്ഷജ്ഞാനമെന്നും പരോക്ഷജ്ഞാനമെന്നും പറയുന്നത് എങ്ങനെയാണ്? പ്രത്യക്ഷത്വം
പരോക്ഷത്വം എന്നീ രണ്ട് ധർമ്മങ്ങൾ വിരുദ്ധ ധർമ്മങ്ങളല്ലേ എന്നാണ് ചോദ്യം. അപ്പോ അതിന് നമ്മൾ എന്താ മറുപടി പറയാ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിരുദ്ധ ധർമ്മങ്ങളല്ല. കാരണം നമ്മുടെ നിലപാട് എന്താണ് വാസ്തവത്തില് അത് ആദ്യം മനസ്സിലാക്കണം. പർവ്വതോ വന്യമാൻ എന്നുള്ള ഒരേ ജ്ഞാനം തന്നെ ഒരംശത്തിൽ പ്രത്യക്ഷവും മറ്റൊരംശത്തിൽ അനുമിതിയുമാണ് എന്ന്, അല്ല പരോക്ഷവുമാണ് എന്ന് അംഗീകരിക്കുക തന്നെ വേണം. പ്രത്യക്ഷത്വവും പരോക്ഷത്വവും ആ ജ്ഞാനത്തിൽ ഉണ്ട് എന്ന് ആദ്യം അംഗീകരിക്കാം. ഒരേ ജ്ഞാനത്തിൽ തന്നെ പ്രത്യക്ഷത്വവും ഉണ്ട് പരോക്ഷത്വവും ഉണ്ട്. ശരിയോ? അതായത് ഒരേ ജ്ഞാനത്തിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ജ്ഞാനം എന്ന് പറയുന്ന സാധനം എന്താണ്? വൃത്യവച്ഛിന്ന ചൈതന്യം അല്ലെ? ഇവിടെ രണ്ട് വൃത്തിയുണ്ട്. പർവ്വതോ വന്യമാൻ എന്നുള്ള ജ്ഞാനത്തില് രണ്ട് വൃത്തി പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന് പർവ്വതാകാര വൃത്തി, മറ്റൊന്ന് വന്യാകാര വൃത്തി. തലയിൽ വന്നോ? പർവ്വതാകാര വൃത്തി, മറ്റൊന്ന് വന്യാകാര വൃത്തി. അതിൽ പർവ്വതാകാര വൃത്തി ഇന്ദ്രിയജന്യമാകുന്നു അല്ലെ? പർവ്വതാകാര വൃത്തി ഇന്ദ്രിയജന്യമാകുന്നു, അംഗീകരിച്ചോ? വന്യാകാര വൃത്തി ഇന്ദ്രിയജന്യമല്ല, അതും അംഗീകരിച്ചോ? അത് അനുമാനജന്യമാണ്. അപ്പോ പർവ്വതാകാര വൃത്തി ഇന്ദ്രിയജന്യമായതുകൊണ്ട് പർവ്വതാംശത്തിൽ ഈ ജ്ഞാനം പ്രത്യക്ഷമാണെന്ന് പറയേണ്ടി വരും. വന്യാകാര വൃത്തി ഇന്ദ്രിയജന്യം അല്ലാത്തത് കൊണ്ട് വന്യംശത്തിൽ ഇതേ ജ്ഞാനം തന്നെ പരോക്ഷജ്ഞാനമാണ് എന്നും പറയേണ്ടി വരും. അങ്ങനെ പറയുന്നത് കൊണ്ട് വിരോധമില്ലേ ചോദിച്ചു കഴിഞ്ഞാൽ വിരോധമില്ല. കാരണം എന്താണ്? അവച്ഛേദക ഭേദേന വിരോധ പരിഹ്രിയതേ. യഥാ ഏകസ്മിന്നേവ വൃക്ഷേ അഗ്രാവച്ഛേദേന കപിസംയോഗഃ അസ്തി മൂലാവച്ഛേദേന നാസ്തി ഇതിവത് ഏകസ്മിന്നേവ ചൈതന്യേ വൃത്യവച്ഛിന്ന ചൈതന്യേ പർവ്വതാകാര വൃത്യവച്ഛേദേന പ്രത്യക്ഷത്വം വന്യാകാര വൃത്യവച്ഛേദേന പരോക്ഷത്വം ച വർത്തതേ. ഇതാണ് ശാസ്ത്രഭാഷ. ഇങ്ങനെയാണ് പറയേണ്ടത്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പർവ്വതാകാര വൃത്തി എന്നുള്ള നിലയ്ക്ക് അത് പ്രത്യക്ഷ വൃത്തിയാണ്, വന്യാകാര വൃത്തി എന്നുള്ള നിലയ്ക്ക് പരോക്ഷ വൃത്തിയാണ്. രണ്ട് വൃത്തിയിലും കൂടി പ്രതിഫലിക്കുന്ന ചൈതന്യം ഒന്നാണ്. ഇങ്ങനെയൊക്കെയാണ് അതിന്റെ സ്ഥിതി. ജ്ഞാനം ഒന്നാണെന്ന് എങ്ങനെ പറയാ രണ്ട് വൃത്തി ഉണ്ടെങ്കിൽ എന്നൊരു ചോദ്യം വരും. പർവ്വതാകാര വൃത്തി വേറെ എന്നും വന്യാകാര വൃത്തി വേറെ എന്നും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വൃത്തി അവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് വരും. രണ്ട് വൃത്തി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഇത് രണ്ട് ജ്ഞാനമാണ് എന്നല്ലേ പറയാ? ഒരു ജ്ഞാനം എങ്ങനെയാ പറയാ എന്നൊരു ചോദ്യം. അതിനെന്താണ് ഉത്തരം പറയാ? ആ, വൃത്തി രണ്ടായിക്കോട്ടെ, പക്ഷെ രണ്ട് വൃത്തിയിലും കൂടി പ്രതിഫലിക്കുന്ന ചൈതന്യം ഒന്നാണ്. നമ്മുടെ മതത്തില് ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? കേവലം വൃത്തിയല്ല, വൃത്തിയിൽ പ്രതിഫലിക്കുന്ന ചൈതന്യം ഒന്നാണ്. ചൈതന്യമാണ് ജ്ഞാനം. അതുകൊണ്ട് വൃത്തിയിൽ പ്രതിഫലിക്കുന്ന ചൈതന്യം വേറെ വേറെ ആയിരുന്നെങ്കിൽ ഇത് രണ്ട് ജ്ഞാനം എന്ന് പറയേണ്ട അവസ്ഥ വരുമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, വൃത്തി വേറെയാണെങ്കിലും ചൈതന്യം പ്രതിഫലിക്കുന്ന ചൈതന്യം ഒന്നാണ്. അതുകൊണ്ട് ജ്ഞാനം ഒന്നാണ്. ഈ ഒരു ആശയം ഇത് മനസ്സിലാക്കിയോ? ഈ ഒരു ആശയം നമുക്ക് ഭ്രമം സംഭവിക്കുന്ന സ്ഥലത്തും അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഭ്രമജ്ഞാനം, ഇതിനെക്കുറിച്ച് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരിക്കുന്നു, വീണ്ടും ഒന്നും കൂടി പറയാം. ഒരു രജ്ജുവില് സർപ്പത്തെ കാണുന്ന സന്ദർഭത്തില് നമുക്കുണ്ടാകുന്ന ജ്ഞാനമാണ് അയം സർപ്പഹ എന്ന ജ്ഞാനം. ഇവിടെയും അംശദ്വയമുണ്ട്. അയം എന്നൊരംശം, സർപ്പഹ എന്നൊരംശം. അയം എന്ന അംശം വാസ്തവത്തിൽ അവിടെ ഉള്ള രജ്ജുവിനെ കുറിക്കുന്നു. സർപ്പഹ എന്നുള്ള അംശം പ്രാതിഭാസികമായ സർപ്പത്തെ കുറിക്കുന്നു. അയ്യോ, ഇതില് അയം എന്നത് കണ്ണുകൊണ്ട് കണ്ടിട്ടാണ് പറയുന്നത്. അവിടെ ഇന്ദ്രിയ സന്നികർഷമുണ്ട് ഇല്ലേ? മുമ്പിൽ എന്തോന്നുള്ളതായിട്ട് ആദ്യം കണ്ടത് കൊണ്ടാണല്ലോ സർപ്പഭ്രമം വന്നത്. അങ്ങനെ കണ്ണടച്ച് പോയി കഴിഞ്ഞാൽ പോകുന്ന ഒരാൾക്ക് സർപ്പഭ്രമം വരില്ല. അപ്പൊ ആദ്യം കണ്ണ് തുറന്ന് എന്തോ ഒന്ന് കണ്ടിരിക്കുന്നു മുമ്പില്. ആ കണ്ടതിനെയാണ് നമ്മൾ അയം എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഇതം അംശേ അന്തഃകരണ വൃത്തിരസ്തി ഇന്ദ്രിയജന്യ വൃത്തിരസ്തി. കണ്ണ് തുറന്ന് കണ്ടത് എന്താണ് വാസ്തവത്തില്? ഇതം 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 എന്നാണ്, അയം എന്നാണ് കണ്ടത്. പിന്നീട് അതിന്റെ മുകളിൽ ഭ്രമം സംഭവിക്കുന്നതാണ് സർപ്പഹ എന്നുള്ളത് അല്ലെ?
ഇവിടെ സർപ്പത്തെ വിഷയമാക്കുന്ന ഒരു വൃത്തിയുണ്ട്, ഇതം എന്നതിനെ വിഷയമാക്കുന്ന ഒരു വൃത്തിയുണ്ട്. അത് രണ്ട് വൃത്തിയാണ്. ഈ വിഷയം ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു. ഇതം എന്ന അംശത്തില് ഇന്ദ്രിയജന്യമായ അന്ധക്കരണ വൃത്തിയാണ്. സർപ്പ എന്ന അംശത്തില് അവിദ്യാവൃത്തിയാണ്. അപ്പോ ഇതമിതി അന്ധക്കരണവൃത്തി, സർപ്പ ഇതി അവിദ്യാവൃത്തി. രണ്ട് വൃത്തികൾക്ക് അവിടെ ആപ്ലിക്കേഷൻ ഉണ്ട്, രണ്ട് വൃത്തികൾക്ക് അവിടെ പ്രസക്തിയുണ്ട്. ഇതമിത്യാകാര ഏക അന്ധക്കരണവൃത്തി, സർപ്പ ഇത്യാകാര അവിദ്യാവൃത്തി. ഇത് രണ്ടും കൂടിയിട്ടാണ് അയം സർപ്പ എന്നുള്ള ഒരു പ്രതീതി നമുക്ക് സംഭവിക്കുന്നത്. ഇവിടെയും ഇതേ ചോദ്യമുണ്ട്. അയം സർപ്പ എന്നുള്ള ജ്ഞാനം ഒരു ജ്ഞാനമാണോ അതോ രണ്ട് ജ്ഞാനമാണോ? ഇത് രണ്ട് ജ്ഞാനമാണെന്ന് പറയുന്നത് ഒരിക്കലും മര്യാദയല്ല, ഒരിക്കലും ആരും അംഗീകരിക്കില്ല. അത് ഒരു ജ്ഞാനമാണ്. വാസ്തവത്തിൽ ഇതം എന്ന വസ്തു മറ്റൊന്നാണ്, സർപ്പ മറ്റൊന്നാണ്. ആവട്ടെ, ജ്ഞാനം ഒന്നാണെന്നാ ചോദിക്കുന്നത്. വസ്തു വേറെയാണ്, ജ്ഞാനം ഒന്നാണ്. വസ്തു മാറുന്നതനുസരിച്ച് ജ്ഞാനം മാറുമോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളെല്ലാവരും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു, നിങ്ങളെല്ലാവരെയും ഒന്നിച്ച് ഞാൻ അറിയുന്നു. ഇപ്പോ അറിയപ്പെടുന്ന കുട്ടികൾ എത്ര പേരുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ 40 പേരുണ്ടാവും. നിങ്ങളെല്ലാവരെയും ഞാൻ ഒന്നിച്ച് ഇപ്പൊ കാണുന്ന സമയത്ത് എനിക്കുണ്ടാവുന്ന അറിവ് 40 അറിവാണോ? അല്ല, ഒരറിവാണ്. എന്തിനാ ഞാൻ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ, അറിവിന്റെ വിഷയങ്ങള് അനേകമുണ്ട് എന്നുള്ളത് കൊണ്ട് അറിവ് അനേകമില്ല, ഉണ്ടായിക്കൊള്ളുന്നില്ല. വേണമെങ്കാവാം. യൂയം ഛാത്രാ എന്നൊരു ജ്ഞാനം എനിക്കുണ്ടായി എങ്കിൽ ഈ ജ്ഞാനം ഒരു ജ്ഞാനമാണ്. യൂയം ഛാത്ര എന്ന് പറയുമ്പോൾ അനേകം കുട്ടികൾ അതിൽ വിഷയമാവുന്നുണ്ട്, പക്ഷേ ജ്ഞാനം ഒന്നാണ്. എന്നതുപോലെ ഇതം രജതം എന്ന ജ്ഞാനം ഒരു ജ്ഞാനമാണെന്ന് പറഞ്ഞേ കഴിയൂ, പക്ഷെ അവിടെ രണ്ട് വൃത്തിയുണ്ട്, അല്ലേ? അപ്പൊ രണ്ട് വൃത്തി ഉണ്ടാവുമ്പോൾ എങ്ങനെയാണ് ഒരു ജ്ഞാനം എന്ന് പറയാ? അതും വിജാതീയമായ വൃത്തിയാണ്, അല്ലെ? ഇതമാകാര അന്ധക്കരണവൃത്തി, സർപ്പാകാര അവിദ്യാവൃത്തി. തരി വൃത്തിദ്വയമസ്തി ജ്ഞാനദ്വയം ഇത് കുതഃ നോച്യത്തെ? ചോദ്യം എന്താ മറുപടി? യദ്യപി വൃത്തിദ്വയമസ്തി തഥാപി വൃത്തിദ്വയെ പ്രതിഫലിതം ചൈതന്യം ഏകമേവ. രണ്ട് വൃത്തി ഉണ്ടെങ്കിലും രണ്ട് വൃത്തിയിലും കൂടി പ്രതിഫലിക്കുന്ന ചൈതന്യം ഒന്നാണ്. അതുകൊണ്ട് അവിടെ രണ്ട് ജ്ഞാനമില്ല, ഒരു ജ്ഞാനമേ ഉള്ളൂ. ഇങ്ങനെയാണ് ജ്ഞാനം ഒന്നാണോ രണ്ടാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് പ്രതിഫലിക്കുന്ന ചൈതന്യത്തിന്റെ കണക്കെടുത്തിട്ടാണ്, വൃത്തിയുടെ കണക്കെടുത്തിട്ടല്ല എന്നർത്ഥം. അതിലെ അപ്പൊ ഇവിടെയും എന്ത് വന്നു? പർവ്വതോ വന്യമാൻ എന്നുള്ള ജ്ഞാനത്തില് പർവ്വതോ എന്താണ് സാറ്? 40 കുട്ടികൾക്ക് 40 കുട്ടികൾക്ക് 40 ചൈതന്യം ഉണ്ടായിക്കോട്ടെ. 40 കുട്ടികളും വേറെ തന്നെയല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കൂ, നമ്മള് സംസാരിക്കുന്നത് ജ്ഞാനത്തെ കുറിച്ചാണ്, എന്റെ ജ്ഞാനത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ചേതനമാണോ അചേതനമാണോ എന്ന് നമുക്ക് പ്രസക്തമല്ല. നിങ്ങളെ കുറിച്ച് ഞാൻ അറിയുന്ന സമയത്ത് ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? നിങ്ങൾ ചേതനമോ അചേതനമോ ഒന്നും എനിക്ക് പ്രസക്തമല്ല. നിങ്ങൾ എല്ലാവരും ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ കണ്ണു തുറക്കുന്നു, കാണുന്നു. എന്തു വന്നു? എന്റെ അന്ധക്കരണ വൃത്തി നിങ്ങളിലേക്ക് എത്തുന്നു, കണ്ണിലൂടെ എന്ന് വെക്കാം. നിങ്ങളുടെ മനസ്സ് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് കണ്ണിലൂടെ. അങ്ങനെ എത്തുന്ന സമയത്ത് എല്ലാവരെയും വിഷയമാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോത്തിലേക്കും എത്തുന്ന എത്ര പേര് ഇവിടെ കാണുന്നുണ്ടോ എല്ലാവരിലേക്കും എത്തുന്ന അന്ധക്കരണ വൃത്തികൾ വേറെയാണ്. എല്ലാവരിലേക്കും എത്തുന്ന അന്ധക്കരണ വൃത്തികൾ വേറെയാണ്, പക്ഷെ പ്രതിഫലിക്കുന്ന ചൈതന്യം ഒന്നാണ്. അങ്ങനെയാണ്. പ്രതിഫലിക്കുന്ന ചൈതന്യം നിങ്ങളുടെ ചൈതന്യമല്ല, എന്റെ ചൈതന്യമാണ് പ്രതിഫലിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ചേതനമോ അചേതനമോ എനിക്ക് വിഷയമല്ല. നിങ്ങളുടെ ചൈതന്യമല്ല എന്റെ അന്ധക്കരണ വൃത്തിയിൽ പ്രതിഫലിക്കുന്നത്, എന്റെ ചൈതന്യമാണ് പ്രതിഫലിക്കുന്നത്. അപ്പോഴേ എനിക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങളുടെ ചൈതന്യം പ്രതിഫലിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അറിവുണ്ടാവുന്നത്, എന്റെ ചൈതന്യം പ്രതിഫലിക്കുമ്പോഴാണ് എനിക്ക് അറിവുണ്ടാവുന്നത്. അങ്ങനെയാണ്. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ പ്രക്രിയകൾ. ഇങ്ങനെ വരുമ്പോ എന്താ പറഞ്ഞു വന്നത്? ഏകസ്മിന്നേവ ജ്ഞാനേ ഏകാംശേ പ്രത്യക്ഷത്വം അപരാംശേ പരോക്ഷത്വം ഏതത് വിരോധം വിനൈവ ഉപപാദയിതും ശക്യതേ.
അതിൽ വിരോധമൊന്നും പറയേണ്ടതില്ല. കാരണം എന്താണ്? പർവ്വതാകാരവൃത്യവച്ഛേദേന ചൈതന്യേ പ്രത്യക്ഷത്വം അസ്തി, അഗ്രാവച്ഛേദേന വൃക്ഷേ കപിസംയോഗ അസ്തി. അതേപോലെ എടുത്തോളൂ. അഗ്രാവച്ഛേദേന വൃക്ഷേ കപിസംയോഗ അസ്തി. അതേപോലെ പർവ്വതാകാരവൃത്യവച്ഛേദേന ചൈതന്യേ പ്രത്യക്ഷത്വം അസ്തി, വന്യാകാരവൃത്യവച്ഛേദേന തസ്മിന്നേവ ചൈതന്യേ പരോക്ഷത്വം അസ്തി. അവച്ഛേദകം മാറിക്കഴിഞ്ഞാൽ വിരുദ്ധമായ രണ്ട് ധർമ്മങ്ങൾ ഒരിടത്ത് സംഭവിക്കാം എന്നുള്ളത് ദോഷമുള്ള കാര്യമല്ല. അതുകൊണ്ട് അങ്ങനെ അതിനെ സമർത്ഥിക്കണം. ഇതൊക്കെ ഗ്രന്ഥത്തിൽ ഓരോ ഭാഗത്തായിട്ട് കിടക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ഒരു ക്രമത്തിൽ പറയുന്നു പോകുന്നേ ഉള്ളൂ. തഥാച അയം ഘടഃ ഇത്യാദി പ്രത്യക്ഷ സ്ഥലേ കവിസംയോഗः അല്ലേ? വൃക്ഷേ കപിസംയോഗः न भवति वा? वृक्षे कपेः संयोगः, कपिः वानरः, तस्य संयोगः भवति, अग्रे भवति, मूले नास्ति. അങ്ങനെ സംഭവിച്ചൂടെ? ഈ പൂ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഇല്ല. ഈ മേശയുടെ മുകളിൽ പൂവ് ഇരിക്കുന്നു എന്ന് പറയുന്നു. മേശയിൽ ഇങ്ങനെ വ്യാപിച്ചിരിക്കുകയല്ലോ. അപ്പൊ ഞാൻ ഈ പൂവ് ഈ മേശയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ ചോദിച്ചു നോക്കിയാണ്. ഈ മേശയിൽ പൂവ് ഉണ്ടോ ഇല്ലയോ? സാമാന്യ നിലയ്ക്ക് നിങ്ങൾ ഉണ്ടെന്ന് പറയും. അപ്പൊ ഞാൻ ഒരു തർക്കത്തിന് ചോദിക്കുകയാണ്, ഇവിടെ ഇല്ലല്ലോ എന്ന്. ഇവിടെ ഉണ്ടോ? അപ്പൊ മേശയിൽ പൂവില്ല. മനസ്സിലായോ? അപ്പൊ പൂവുണ്ടെന്ന് പറഞ്ഞത് തെറ്റാണോ? തെറ്റല്ല. അപ്പൊ പൂവുണ്ട് പൂവില്ല രണ്ടും ശരിയല്ലേ? അപ്പൊ എങ്ങനെയാ ഒരേ മേശയിൽ തന്നെ പൂവുണ്ട് എന്നും പറയുന്നത് എങ്ങനെയാ, പൂവില്ല എന്ന് പറയുന്നത് എങ്ങനെയാ? രണ്ടും ശരിയാണെങ്കിൽ അവിടെ വിരോധം ഇല്ല എന്നർത്ഥമാണ്. പക്ഷെ വിരോധം എങ്ങനെ പരിഹരിക്കുന്നു? മേശയ്ക്ക് രണ്ട് പ്രദേശമുണ്ട്. ഏതത് പ്രദേശാവച്ഛേദേന പുഷ്പമസ്തി, ഏതത് പ്രദേശാവച്ഛേദേന പുഷ്പാഭാവ അസ്തി. കുഴപ്പമില്ലല്ലോ. ഇതാണ് അതിന് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ കാണുന്ന ഉദാഹരണമാണ് അഗ്രേ വൃക്ഷ കപിസംയോഗി മൂലേ ന. പ്രസിദ്ധമായിട്ടുള്ള ഉദാഹരണം ഞാൻ എടുത്തു പറഞ്ഞേ ഉള്ളൂ. വൃക്ഷത്തില് ഒരു കൊരഞ്ഞൻ ഇരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ വൃക്ഷത്തിൽ വ്യാപിച്ചിരിക്കല്ലോ, ഒരു ഭാഗത്താണ് ഇരിക്കുന്നത്. അപ്പൊ കൊരഞ്ഞൻ ഇരിക്കുന്ന സ്ഥലത്ത് കൊരഞ്ഞന്റെ സംയോഗമുണ്ട്, അതില്ലാത്തടത്ത് അതിന്റെ അഭാവമുണ്ട്. അങ്ങനെയാണ് അതിന്റെ ലോജിക്കലി അതിനെ നമുക്ക് അവച്ഛേദക ഭേദേന സമർത്ഥിക്കാൻ കഴിയും എന്നാണ്. ഇത്തരം വിരോധങ്ങളെയൊക്കെ അവച്ഛേദക ഭേദങ്ങളെ, രണ്ടു തരം അവച്ഛേദങ്ങളെ വെച്ചിട്ട് ഒരു വിരുദ്ധമായ രണ്ടെണ്ണത്തിനെ ഒരു സ്ഥലത്ത് നമുക്ക് കൊണ്ടുവരേണ്ട ഘട്ടങ്ങളുണ്ട്. അത്തരം സന്ദർഭങ്ങൾ ഇങ്ങനെയാണ് പറയുക. തഥാച അയം ഘടഃ ഇത്യാദി പ്രത്യക്ഷ സ്ഥലേ ഘടാദേഹേ തദാകാര വൃത്തേശ്ച ബഹിഃ ഏകത്ര ദേശേ സമവധാന. സമവധാനം എന്ന് പറഞ്ഞാൽ ഒന്നിച്ചിരിക്കുന്നത് കൊണ്ട്, ഐക്യം വരുന്നത് കൊണ്ട്. ഐക്യമല്ല, വൃത്തിക്കാണല്ലോ പറയുന്നത്. വൃത്തികളാവുമ്പോൾ രണ്ടും ഒരു സ്ഥലത്ത് ഇരിക്കുന്നത് കൊണ്ട്, അത്ര പറഞ്ഞാൽ മതി. വൃത്തികൾക്ക് ഐക്യമില്ല. വൃത്തികൾക്ക് ഐക്യമുണ്ടോ? ഇല്ല. പർവ്വതാകാര വൃത്തി വേറെ, വന്യാകാര വൃത്തി വേറെ. പർവ്വതോ വന്യമാൻ എന്നുള്ള ജ്ഞാനം സംഭവിക്കുമ്പോൾ അവിടെ രണ്ട് വൃത്തിയുണ്ട്, പർവ്വതാകാര വൃത്തി, വന്യാകാര വൃത്തി. രണ്ടും അന്തഃകരണ വൃത്തികളാണ്. രണ്ട് വൃത്തികൾക്കും തമ്മിൽ ഐക്യമുണ്ടോ? അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? അല്ല, വൃത്തികൾ വേറെയാണ്. ഐക്യം എന്തിനാണ്? വൃത്തിയിൽ പ്രതിഫലിക്കുന്ന ചൈതന്യത്തിന് ഐക്യമുണ്ട് എന്നാണ് പറഞ്ഞത്. അതെങ്ങനെയാണ് സംഭവിച്ചത്? വിഭാജകയോഹോ അന്തഃകരണ വൃത്തി ഘടാദി വിഷയയോഹോ ഏകദേശസ്ഥത്വേന ഭേദ അജനകത്വാത്. ഉപാധികൾ രണ്ടും ഒരേ സ്ഥലത്ത് ഇരുന്നു കഴിഞ്ഞാൽ അത് ഭേദത്തെ സൃഷ്ടിക്കുകയില്ല. ഭേദം എപ്പോഴാണ് വരിക? ഉപാധികൾ വേറെ വേറെ സ്ഥലത്തിരുന്നാൽ. ഇത് കാണിക്കാനാണ് ഞാൻ ഇന്നലെ കുടം വെള്ളത്തിൽ മുക്കിയ കഥയൊക്കെ പറഞ്ഞത്. ഇനി അത് വീണ്ടും പറയില്ല. അതയേവ മഠാന്തർവർത്തി ഘടാവച്ഛിന്ന ആകാശ ന മഠാവച്ഛിന്ന ആകാശാത് ഭിദ്യതേ. ഇത് ഞാൻ പറഞ്ഞു. മഠാന്തർവർത്തി ഘടാവച്ഛിന്ന ആകാശ, മഠത്തിന്റെ ഉള്ളിലുള്ള ഘടാവച്ഛിന്ന ആകാശം, അത് മഠാവച്ഛിന്ന ആകാശത്തിൽ നിന്ന് വേറെ. മഠാന്തർവർത്തി ഘടാവച്ഛിന്ന ആകാശ ന മഠാവച്ഛിന്ന ആകാശാത് ഭിദ്യതേ. തഥാച അയം ഘട ഇതി ഘടപ്രത്യക്ഷ സ്ഥലേ ഘടാകാരവൃത്തേഃ ഘടസംയോഗിതയാ ഘടാവച്ഛിന്ന ചൈതന്യസ്യ തദ്വൃത്യവച്ഛിന്ന ചൈതന്യസ്യ ച അഭിന്നതയാ
തത്ര ഘടജ്ഞാനസ്യ ഘടാംശേ പ്രത്യക്ഷത്വം. ഘടജ്ഞാനം പ്രത്യക്ഷമാണ്. ഘടാംശേ എന്ന് പറഞ്ഞാലോ ആ ഘടം എന്ന വിഷയത്തെക്കുറിച്ച് ആ ജ്ഞാനം പ്രത്യക്ഷമാണ്. ഇനി അതിൽ പ്രത്യക്ഷമല്ലാത്ത അനേകം ഘടകങ്ങൾ ഉണ്ടാവും. ഘടം എന്നുള്ള നിലയ്ക്ക് അത് ഘടജ്ഞാനം എന്നുള്ള നിലയ്ക്ക് അത് പ്രത്യക്ഷജ്ഞാനമാണ് എന്നാണ് പറഞ്ഞത്. അതാണ് ഘടാംശേ പ്രത്യക്ഷത്വം. സുഖാദ്യവച്ഛിന്ന ചൈതന്യസ്യ തദ്വൃത്യവച്ഛിന്ന ചൈതന്യസ്യ ച നിയമേന ഏകദേശസ്ഥ ഉപാധിദ്വയാവച്ഛിന്നത്വാത് നിയമേന അഹം സുഖി ഇത്യാദി ജ്ഞാനസ്യ പ്രത്യക്ഷത്വം. ഇനി ചില വിശേഷാംശങ്ങൾ ചിന്തിക്കാൻ പോവുകയാണ്. ഇപ്പോ നമ്മുടെ പ്രക്രിയയിലേക്ക് വീണ്ടും വരാം. ഈ വിഷയപ്രത്യക്ഷം സംഭവിക്കുമ്പോൾ എന്തൊക്കെയാണ് ഇപ്പൊ പറഞ്ഞത്? അന്ധക്കരണം വിഷയദേശത്തിൽ എത്തിച്ചേരണം. വൃത്തിരൂപമായിട്ട് പരിണമിച്ച അന്ധക്കരണം വിഷയദേശത്തിൽ എത്തിച്ചേരണം. അതുകൊണ്ട് അതിനുവേണ്ടിയാണ് അന്ധക്കരണം ചക്ഷുരേന്ദ്രിയത്തിനോടൊപ്പം വിഷയത്തിലേക്ക് എത്തുന്നു എന്നൊക്കെ പറഞ്ഞത് അതിനു വേണ്ടിയാണ്. അന്ധക്കരണം ഇവിടെ ഇരുന്നാൽ പോരാ. വൃത്തി പരിണാമം ശരീരത്തിനകത്ത് ഉള്ളിൽ മാത്രമാണെങ്കിൽ വിഷയദേശത്തില്ല എങ്കിൽ ആ ജ്ഞാനം പ്രത്യക്ഷമല്ല, ഇത് പരോക്ഷമാണ്. അപ്പൊ പ്രത്യക്ഷ ജ്ഞാനം നടക്കുമ്പോൾ വിഷയം പുറത്താണ്. അപ്പോൾ പുറത്തുള്ള വിഷയത്തിലേക്ക് അന്ധക്കരണം എത്തണം എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അഹം സുഖി എന്ന പ്രത്യക്ഷമുണ്ട്. അഹം ദുഃഖി, അഹം സുഖി, അഹം എന്നൊക്കെ ഉള്ളിലുള്ള വികാരങ്ങളെ നമ്മൾ അറിയുന്നുണ്ട്. ഇവിടെ വിഷയം എന്താണ്? ഈ ജ്ഞാനത്തിന്റെ വിഷയം എന്താണ്? സുഖം ദുഃഖം മുതലായതൊക്കെയാണ്. സുഖം ദുഃഖം മുതലായ വിഷയത്തെ അറിയുന്ന നമ്മുടെ അറിവുകൾ, ഇത് പ്രത്യക്ഷജ്ഞാനമാണെന്ന് നമുക്ക് അംഗീകരിച്ചേ മതിയാവും. ഞാൻ സുഖിയാണ് എന്ന എൻ്റെ തോന്നല് പ്രത്യക്ഷമായ ഒരു അറിവാണ്, അല്ലെ? എനിക്ക് സുഖമായി കഴിഞ്ഞാൽ എൻ്റെ സുഖം എനിക്ക് പ്രത്യക്ഷമാവുന്നില്ലേ? നമ്മൾ ആദ്യത്തെ ദിവസം ചർച്ച ചെയ്തതാണ്. ഇവിടെ അന്ധക്കരണം എങ്ങടായി പോവുക? ഈ സുഖം എവിടെ ഇരിക്കുന്നത്? ഉള്ളിലിരിക്കുന്ന സാധനമാണ്. ദുഃഖം സുഖമൊക്കെ ഇവിടെയല്ല, പുറത്ത് ഉള്ളിലല്ലേ. അപ്പൊ ഈ പൂവിനെ കാണുന്ന സമയത്തൊക്കെ പൂവ് പുറത്താണ് ഇരിക്കുന്നത്, അന്ധക്കരണം ഇവിടെ വരണം. ഇപ്പൊ ഈ പൂവിന്റെ സ്ഥാനത്ത് ഇവിടെ എന്താ ഉള്ളത്? സുഖം അല്ലെങ്കിൽ ദുഃഖം. എനിക്കൊരു ദുഃഖം സംഭവിച്ചു എന്ന് വെക്കാം. ഈ ദുഃഖത്തെ ഞാൻ അറിയുന്നു. എൻ്റെ അറിവിന്റെ സ്വരൂപം എങ്ങനെയാണ്? അഹം ദുഃഖി. ഞാൻ എൻ്റെ ദുഃഖത്തെ അറിയുന്നു, പ്രത്യക്ഷമായിട്ട് അറിയുന്നു. ഇപ്പോ അറിവിന്റെ വിഷയം എന്താണ്? അറിവിന്റെ വിഷയം എന്താണ്? ദുഃഖം. തുറന്നു പറയൂ. അറിവിന്റെ വിഷയം ദുഃഖം. അതെവിടെയാണ് ഇരിക്കുന്നത്? ഉള്ളില്, അന്ധക്കരണത്തിലാണ് ഇരിക്കുന്നത്. അന്ധക്കരണത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. ദുഃഖം എവിടെ ഇരിക്കുന്നത്? ആത്മാവിലോ അന്ധക്കരണത്തിലോ? അന്ധക്കരണത്തില്. കാരണം ആത്മാവിന് വികാരങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അന്ധക്കരണത്തിലാണ് ഈ സുഖദുഃഖാദികളൊക്കെ ഇരിക്കുന്നത്. അപ്പോ ഈ അന്ധക്കരണ വൃത്തിയുടെ പരിണാമം സംഭവിക്കേണ്ടത് എവിടെയാണ്? അത് പുറത്തേക്ക് പോരേണ്ട കാര്യം എന്താ ഉള്ളത്? പുറത്തേക്ക് പോരേണ്ട കാര്യമുണ്ടോ? ഇല്ല. നോക്കൂ, വിഷയം പുറത്താണ് ഇരിക്കണമെങ്കിൽ അന്ധക്കരണം പുറത്തേക്ക് വരണം. വിഷയം അകത്താണെങ്കിൽ പുറത്തേക്ക് വരണ്ട. അത്രയേ ഉള്ളൂ. അതിൽ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. അപ്പോ എവിടെയാണോ സുഖം ഇരിക്കുന്നത് അല്ലെങ്കിൽ ദുഃഖം ഇരിക്കുന്നത്, എവിടെയാണ് ഇരിക്കുന്നത്? അന്ധക്കരണത്തിലാണ് ഇരിക്കുന്നത്. അത്രയും അന്ധക്കരണം പരിണമതേ നതു ബഹിർദേശം ഗത്വ ബഹിർദേശഗമനസ്യ അപേക്ഷ നാസ്തി. എത്ര സുഖം വർത്തതേ തത്രയും അന്ധക്കരണ വൃത്തി പരിണാമവും ഭവതി. അതാകട്ടെ നിയമേന സംഭവിക്കും. നിയമേന. കാരണം അവന് തടവൊന്നുമില്ല, അതിന് പ്രതിബന്ധങ്ങളൊന്നുമില്ല. സുഖം അല്ലെങ്കിൽ ദുഃഖം മുതലായിട്ടുള്ള വികാരങ്ങള് ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അന്ധക്കരണ വൃത്തി, അതായത് ജ്ഞാനാകാരമായ അന്ധക്കരണ വൃത്തി, അത് വേറൊരു വൃത്തിയാണ്. ഈ വൃത്തി ബാഹ്യവിഷയക പ്രത്യക്ഷം നടക്കുമ്പോൾ പുറത്തായിരുന്നു. ഇപ്പൊ അതിന്റെ അകത്തന്നെയാണ് നടക്കുന്നത്. അപ്പൊ സുഖം എന്ന് പറയുന്ന ഒരു വിഷയം അന്ധക്കരണത്തിൽ ഇരിക്കുന്നു. ആ സുഖം എന്ന് പറയുന്ന വിഷയത്തെ അല്ലെങ്കിൽ ദുഃഖം എന്ന് പറയുന്ന വിഷയത്തെ വിഷയമാക്കുന്ന, സുഖത്തെയോ ദുഃഖത്തെയോ വിഷയമാക്കുന്ന തദാകാരേണ വൃത്തേ പരിണാമോ വക്തവ്യ. യഥാ ഘടജ്ഞാനമിത്യുക്തം പുഷ്പജ്ഞാനമിത്യുക്തം പുഷ്പാകാരേണ വൃത്തിപരിണമതേ എന്ന് പറയില്ലേ, അതുപോലെ തന്നെ സുഖാകാരേണ പരിണമതേ ദുഃഖാകാരേണ പരിണമതേ എന്ന് പറയണം. ഈ പരിണാമം നടക്കുന്നത് എവിടെയാണ്? ഉള്ളിൽ തന്നെയാണ്. അതുകൊണ്ട്
ആ സമയത്ത് സുഖാകാര വൃത്തിയും അല്ലെങ്കിൽ സുഖാകാര വൃത്തിയും രണ്ടും ഒരു സ്ഥലത്തുണ്ട്. തദവച്ഛിന്ന ചൈതന്യം ഏകമേവ ഇത് കൃത്വ പ്രത്യക്ഷം ഭവതി. അതുകൊണ്ട് എന്താണ് പറഞ്ഞു വന്നത്? ഈ വൃത്തി പുറത്തേക്ക് പോകണം എന്നൊരു നിയമമില്ല എന്ന് പറയാം. അതിനു വേണ്ടിയാണ് പറഞ്ഞത്. വൃത്തി പുറത്തേക്ക് പോകണമെന്ന് നിയമമില്ല. സുഖം എന്നുള്ള ആത്മാവിന്റെ സ്വരൂപമാണെങ്കിലും ഇവിടെ നമ്മളിപ്പോ ലോകത്തിൽ സുഖം എന്ന് പറയുന്നത് ഒരു വൃത്തിവിശേഷത്തെയാണ്. കാരണം എന്താണ്? ഈ വൃത്തി അതുകൊണ്ടാണ് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. ഉണ്ടാകുന്ന ഒന്നായിട്ട് തോന്നുന്നില്ലേ? അതെ, അങ്ങനെ തന്നെ ജ്ഞാനം എങ്ങനെയാണോ ഉണ്ടാകുന്നതായിട്ട് തോന്നുന്നത്, അതേപോലെ തന്നെ സുഖം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ പറയുന്നത് സുഖം എന്ന് ആ വസ്തുവിനെ ഒരു വൃത്തിയായിട്ടാണ് കണക്കാക്കുന്നത്. ഉണ്ടാകുന്നത് വൃത്തിയാണല്ലോ, ആത്മസ്വരൂപം ഉണ്ടാകുന്നില്ല. താൻ പറയുന്നത് പോലെ ആ വൃത്തിയിൽ പ്രതിഫലിക്കുന്ന ചൈതന്യം തന്നെയാണ് വാസ്തവത്തിൽ സുഖം. ഇരിക്കട്ടെ, പക്ഷെ ഇപ്പൊ നമുക്ക് ആവശ്യമുള്ളത് ആ സുഖാകാര വൃത്തിയെയാണ്. ആ വൃത്തി എവിടെയാണുള്ളത്? അന്ധകരണത്തിലാണുള്ളത്. ആ വൃത്തിയെ വിഷയമാക്കുന്ന മറ്റൊരു വൃത്തി അതും അന്ധകരണത്തിനാണുള്ളത്. ശ്രദ്ധിക്കണം, അന്ധകരണത്തിൽ രണ്ട് വൃത്തികൾ. ഒന്ന് സുഖരൂപത്തിലുള്ള വൃത്തി, മറ്റൊന്ന് സുഖത്തെ വിഷയമാക്കുന്ന ജ്ഞാനരൂപത്തിലുള്ള വൃത്തി. ശരിയായോ? രണ്ടും അന്ധകരണത്തിലാണുള്ളത്. അതുകൊണ്ട് ഉഭയാവച്ഛിന്നം ചൈതന്യം ഏകമേവ തസ്മാത് സുഖി അഹം ദുഃഖി അഹം. ഇന്ദ്രിയ സന്നികർഷം വേണ്ടേ വേണ്ട. ഇന്ദ്രിയത്തിന്റെ ആവശ്യമേ അവിടെ ഇല്ല. ഇന്ദ്രിയ സന്നികർഷം വേണ്ടി വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യായമതത്തിൽ പ്രത്യക്ഷമാണ്. ന്യായമതത്തില് ഇന്ദ്രിയ സന്നികർഷം ഉണ്ട്. അവിടെ ന്യായമതത്തില് മനസ്സ് ഇന്ദ്രിയമാണ്. അപ്പൊ മനസ്സ് എന്ന ഇന്ദ്രിയത്തെ വെച്ചുകൊണ്ട് നൈയായികന്മാർ അതിനെ സമർത്ഥിക്കും. കാരണം അവരുടെ സമ്പ്രദായത്തില് ഇന്ദ്രിയാർത്ഥ സന്നികർഷ ജന്യ ജ്ഞാനം പ്രത്യക്ഷം എന്നാണ് നിയമം വെച്ചിരിക്കുന്നത്. എന്തെങ്കിലും ഒരു ഇന്ദ്രിയം പറഞ്ഞേ കഴിയൂ. മനസ്സിനെ വെച്ചുകൊണ്ട് നമുക്ക് സമർത്ഥിക്കാം. നൈയായികന്മാരുടെ പക്ഷത്തു നിന്ന് പറയുകയാണെങ്കിൽ അത് ഒന്ന് നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ഈ സുഖം എന്ന് പറയുന്ന സാധനം എന്താണ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഇപ്പോ ഒരു മധുരമുള്ള വസ്തു കഴിച്ചു, എനിക്ക് മധുരം ഇഷ്ടമാണ്, ഞാൻ മധുരമുള്ള ഒരു വസ്തു കഴിക്കുന്നു, എന്തെങ്കിലും ഒരു വസ്തു കഴിക്കുന്നു. ഇത് കഴിക്കുന്ന സമയത്ത് ഇത് മധുരമാണ് എന്നൊരു തോന്നലുണ്ട്. അതാണോ സുഖം? മധുരമാണ്, ഇത് മധുരമുള്ള ഒരു വസ്തുവാകുന്നു എന്ന തോന്നലിന് ജ്ഞാനം എന്നാണ് പേര്. അതിന് സുഖം എന്നല്ല പേര്, അല്ലെ? അതൊരു ഫീലിംഗ് ആണ്. മധുരമാകുന്ന ഒരു വസ്തുവാണ്. ഈ തോന്നലിന് രണ്ടാമതുണ്ടാകുന്ന വൃത്തിയാണ് ഈ സുഖം, അല്ലെ? രണ്ടാമത് പിന്നെ ഉണ്ടാകുന്ന ഒരു വൃത്തിയാണ്. ആദ്യം ആ വസ്തുവിനെ നമ്മൾ കാണുന്നു, അതിനുശേഷം നാവിന്മേൽ വെക്കുന്നു. വെച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ പ്രത്യക്ഷജ്ഞാനാണ്. നാവ് അതിന്റെ രസത്തെ ആസ്വദിക്കുന്നു. ആസ്വദിക്കുന്ന സമയത്ത് എന്താണ് ജ്ഞാനം ഉണ്ടാവുക? ഇത് അത്യന്തം മധുരമാണ് എന്നൊരു തോന്നലുണ്ടാവുന്നു. ഈ തോന്നലിന്റെ പേര് ഒരു ജ്ഞാനം. ഇതൊരു അറിവാണ്, ഇതല്ല സുഖം. ആ അറിവിന് ശേഷം വരുന്ന മറ്റൊരു വൃത്തിയാണ്, അറിവല്ല. സുഖം എന്ന് പറഞ്ഞാൽ അറിവല്ല, സുഖം എന്ന് പറഞ്ഞാൽ മറ്റൊരു വൃത്തി. അപ്പോ മധുരം ഇഷ്ടമില്ലാത്ത ഒരാളാണ് നിൽക്കുക, അപ്പൊ ആ മധുരമാണെന്ന് തോന്നലിന് ശേഷം അയാൾക്ക് ദുഃഖം വൃത്തിയാണ് വരിക. അങ്ങനെയല്ലേ? മധുരം ഇഷ്ടമുള്ള ആൾക്ക് ഇത് മധുരമാണ് എന്ന തോന്നലുണ്ടാവുന്നു, അതിനുശേഷം സുഖം ഉണ്ടാവുന്നു. മധുരം ഇഷ്ടമല്ലാത്ത ഒരാൾക്കും ഇത് മധുരമാണെന്ന് തോന്നൽ ആദ്യം ഉണ്ടാവുന്നു, അതിനുശേഷം ദുഃഖം ഉണ്ടാവുന്നു. ഇഷ്ടമല്ലാത്ത ആൾക്ക് അയ്യോ വായിൽ വെക്കേണ്ടിയിരുന്നില്ല എന്ന് പറയില്ലേ? തുപ്പിക്കളയുന്നു. എല്ലാവരെയും ഉണ്ടാവുമോ മധുരം തുപ്പിക്കളയുന്നവര്? ഉണ്ടായിരിക്കാം, ഉണ്ടാവും, ചിലർക്ക് ഉണ്ട് അങ്ങനെ. ശരി. അപ്പൊ അറിവ് എന്ന് പറയുന്നത് വേറെ, അതിൽ നിന്നുണ്ടാകുന്ന സുഖവും ദുഃഖവും ഒക്കെ വേറെ. ആ അറിവിനെ നമ്മൾ എങ്ങനെ സമീപിക്കുന്നു നമ്മുടെ വാസനകൾക്കൊക്കെ അനുസരിച്ചാണ് സുഖം വരണോ ദുഃഖം വരണോ എന്നൊക്കെ. ഒരു വസ്തുവും എല്ലാവർക്കും സുഖം കൊടുക്കുന്നതല്ല. ചിലർക്ക് ചിലത് ഇഷ്ടമാണ്. അത് നമ്മുടെ ഇഷ്ടമാണ് ഇഷ്ടമല്ല എന്ന് എങ്ങനെ തീരുമാനം വന്നേ? വാസനകൾക്ക് അനുസരിച്ചാണ്. അതൊക്കെ വേറെ വിഷയം. അപ്പൊ എന്ത് വന്നു? ചുരുക്കി പറഞ്ഞതിന്റെ ആശയം എന്താണ്? അന്ധക്കരണ വൃത്തി പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. എല്ലായ്പ്പോഴും പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. വിഷയം അകത്താണെങ്കിൽ അന്ധക്കരണ വൃത്തി അകത്ത് പ്രവർത്തിച്ചാൽ മതി. വിഷയം പുറത്താണെങ്കിൽ അന്ധക്കരണ വൃത്തി പുറത്തേക്ക് വരണം. ഇത്രേ ഇതില് വിഷയം. ഇനി ഒരു ചോദ്യം വരികയാണ്. അതായത് ഇപ്പൊ സുഖത്തിന്റെ കേസില് നമ്മൾ എങ്ങനെയാ പറഞ്ഞേ? സുഖം നിയമേന അന്ധക്കരണത്തിൽ തന്നെ ഇരിക്കുന്ന ഒന്നാണ്. അപ്പൊ അവിടെ തന്നെ വൃത്തി പരിണാമം സംഭവിക്കാൻ പ്രത്യേകിച്ച് കാലതാമസമൊന്നും ആവശ്യമില്ല, ഒരു ഇന്ദ്രിയത്തിന്റെയും സഹായം ആവശ്യമില്ല. സുഖാകാര വൃത്തിയാണ് ഉണ്ടായിരുന്ന ക്ഷണത്തിൽ അത് പ്രത്യക്ഷമാണ്.
അതുകൊണ്ടാണ് സുഖം നമുക്ക് ഉണ്ടായോ ഇല്ലയോ എന്നൊരു സംശയം ആർക്കും വരുന്നില്ല. ഉണ്ടായ ഉടനെ നമുക്ക് അറിയാതെ അതേ ക്ഷണത്തിൽ അറിയാം. ഇത് ഇരുന്ന് പറഞ്ഞോളൂ. അന്ധക്കരണ വൃത്തി, അതിന് ഉത്തരം പറയൂ. ആ ചോദ്യത്തിന് ഉത്തരം പറയൂ. അന്ധക്കരണ വൃത്തി പുറത്തെത്തുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പ്രത്യക്ഷമാവുക എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ എന്തേ പറഞ്ഞേ? ഞാൻ എന്താണ് വ്യവസ്ഥ പറഞ്ഞേ? നിങ്ങൾ പറയൂ, ആ ചോദ്യത്തിന് ഉത്തരം പറയൂ. അതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. വിഷയം പുറത്താണെങ്കിൽ മാത്രമേ അന്ധക്കരണ വൃത്തി പുറത്തേക്ക് വരേണ്ട കാര്യമുള്ളൂ. നോക്കൂ, നമുക്ക് എന്തേ ആവശ്യമുള്ളൂ? ആ വിഷയവുമായിട്ട് അന്ധക്കരണ വൃത്തിക്ക് നേരിട്ട് കോണ്ടാക്ട് വരണം, നിർബന്ധമാണ്. വിഷയം പുറത്താണെങ്കിൽ ആ കോണ്ടാക്ട് കിട്ടാൻ അന്ധക്കരണ വൃത്തി പുറത്തേക്ക് വന്നേ കഴിയൂ. വിഷയം അകത്താണെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല. ഇത്രയല്ലേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതിൽ തന്നെ സുഖം ദുഃഖം മുതലായ വിഷയങ്ങള് നിയമേന പ്രത്യക്ഷമായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നു. ഇപ്പൊ ഒരു സംശയം വരികയാണ്, അന്ധക്കരണത്തിൽ പല വിഷയങ്ങൾ ഇരിക്കുന്നുണ്ട്. സുഖാകാര വൃത്തി, ദുഃഖാകാര വൃത്തി, ഇതൊക്കെ അന്ധക്കരണത്തിലുള്ള സാധനങ്ങളാണ്. പുണ്യം പാപം, ഇങ്ങനെ രണ്ട് കൺസെപ്റ്റുകളില്ലേ നമുക്ക്? പുണ്യം പാപം. നമ്മള് നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പുണ്യം എന്ന് പറയുന്ന ഒരു അദൃഷ്ടം എന്നാണ് ശാസ്ത്രത്തിൽ തന്നെ പറയാം. കാരണം അങ്ങനെ ഒന്ന് ഉള്ളതായിട്ട് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. അങ്ങനെ ഒന്നും ഉണ്ടോ എന്ന് അനുമാനിക്കുകയാണ്. അങ്ങനെ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഈ ലോകത്ത് നമ്മളുടെ അനുഭവത്തിൽ ഇത്രയും വൈചിത്ര്യം വരരുതായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. പുണ്യപാപങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെയാണ് തെളിയിക്കുക, അത് മറ്റൊരു ചർച്ചയാണ്. ഇപ്പൊ അത് ഇതിലേക്ക് കിടക്കണ്ട. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ഒരു നല്ല കാര്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന് അറിയാൻ കഴിയുന്ന ഒരു ഫലമുണ്ട്. ഒരാളെ സഹായിച്ചു, അപ്പൊ അയാൾ ആ സഹായം വാങ്ങി, അയാൾക്ക് സന്തോഷമായി, അയാൾക്ക് നമ്മളോട് ഇഷ്ടം വന്നു. ഇതൊക്കെ നമുക്ക് ലോകത്തിൽ അറിയാൻ കഴിയും. പക്ഷെ അത് മാത്രമല്ല, ആ സഹായം ചെയ്തതിൽ നിന്ന് നമുക്കൊരു പുണ്യം സംഭവിച്ചിട്ടുണ്ട്. ഈ പുണ്യം എവിടെയാണ് നിൽക്കുന്നത്? നമ്മുടെ ഉള്ളിലാണ് നിൽക്കുന്നത്. ഇതൊക്കെ എല്ലാവർക്കും, സാധാരണ ജനങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാണ്. പുണ്യം കിട്ടാൻ വേണ്ടി ചെയ്തു, പാപം കിട്ടി, പുണ്യം കിട്ടിയല്ലോ. കിട്ടുന്നത് അത് അങ്ങനെ തന്നെ എടുത്തോളൂ, ഒരു മാറ്റം വരുത്തണ്ട. സാധാരണ ജനങ്ങൾ പറയുന്ന പോലെ തന്നെ എടുക്കുക. ഒരു നല്ല കാര്യം ചെയ്തു, അതുകൊണ്ട് നമുക്കൊരു പുണ്യം കിട്ടി. ഒരു ചെയ്യരുതാത്ത കാര്യം ചെയ്തു, ഒരു മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന പ്രവൃത്തികൾ ചെയ്തു, അതിൽ നിന്നൊരു പാപം വന്നു. ഈ പുണ്യവും പാപവും ഒക്കെ വന്നത് എവിടെ നിൽക്കുക? കയ്യിലോ കാലിലോ ഒക്കെയാണോ നിൽക്കുക? ശരീരത്തിലാണ് നിൽക്കുക എന്ന് പറയാൻ പറ്റുമോ? പുണ്യവും പാപവും ഒക്കെ ശരീരത്തിലാണ് നിൽക്കുന്നത്. സാമാന്യമായിട്ടാണ് പറഞ്ഞാൽ ശരിയാവുക? ശരിയാവില്ല. എന്താ ശരിയാവാത്തത് ചോദിച്ചു കഴിഞ്ഞാൽ, ശരീരത്തിലാണ് പുണ്യപാപങ്ങൾ നിൽക്കുന്നതെങ്കിൽ നമ്മളുടെ മരണത്തോട് കൂടിയിട്ട് പുണ്യപാപങ്ങളൊക്കെ കഴിയും, ശരീരത്തോടു കൂടി ഭസ്മാവും. അപ്പൊ ഈ പുണ്യപാപങ്ങളെ അനുസരിച്ചാണ് നമ്മളുടെ പുനർജന്മാദി പ്രക്രിയ. ഈ സംസാരത്തെ മുഴുവൻ നമ്മൾ നിരൂപിക്കുന്നത് അതിനനുസരിച്ചാണ്. നമ്മളുടെ ഇപ്പോഴത്തെ സുഖദുഃഖാദികൾക്ക് മുമ്പ് ചെയ്ത പുണ്യപാപങ്ങളാണ് കാരണം എന്നുള്ളതാണ് നമ്മുടെ ആരുഷമായ ശാസ്ത്രങ്ങളുടെയൊക്കെ നിർണയം. അത് കഴിഞ്ഞ ജന്മത്തിൽ മാത്രമല്ല, ഈ ജന്മത്തിൽ ചെയ്തതാവാം, ഏതെങ്കിലും ഒരു ജന്മത്തിൽ ചെയ്ത യസ്മിൻ കസ്മിന്നപി ജന്മനി അനുഷ്ഠിതസ്യ സത്കർമ്മണ ദുഷ്കർമ്മണ വാ ഫലം പുണ്യം വാ പാപം വാ സുകൃതം ദുഷ്കൃതം ചൈവ ഗച്ഛന്തം അനുഗച്ഛതി. കേട്ടുണ്ടോ സുഭാഷിതം? അർത്ഥാഹ ഗൃഹേ നിവർത്തന്തെ ശ്മശാനേ പുത്രബാന്ധവാഹ. അർത്ഥാഹ ഗൃഹേ നിവർത്തന്തെ, മരിക്കുന്ന സമയത്തെ. അർത്ഥാഹ എന്ന് പറഞ്ഞാൽ സമ്പാദിച്ച സ്വത്ത്, അത് ഗൃഹേ ഇപ്പൊ പറഞ്ഞ ബാങ്കിൽ എന്ന് പറയണം. തത്രൈവ തത് തെക്തവ്യം ഭവതി സ്വീകർത്തും നശക്യത്തെ. ശ്മശാനെ പുത്രബാന്ധവാഹ, പുത്രനും ബന്ധുക്കളും ഒക്കെ ഒരു പക്ഷേ ശ്മശാനം വരെ വന്ന് സെല്യൂട്ട് അടിച്ചു പോകും. പിന്നെ ആരെയും കിട്ടില്ല. സുകൃതം ദുഷ്കൃതം ചെയ്വ ഗച്ഛന്തം അനുഗച്ഛതി, എവിടെ പോയാലും നിങ്ങളുടെ പിന്നാലെ ഉണ്ടായിക്കോളും. അപ്പോ ഈ പുണ്യപാപങ്ങള്, സുകൃതം ദുഷ്കൃതം, പുണ്യപാപങ്ങള് നിങ്ങളുമായി ബന്ധപ്പെട്ട് എപ്പോഴും നിൽക്കുന്ന ഒന്നാണ്. അത് അനുഭവിച്ച് തീരുന്നത് വരെ നിൽക്കേണ്ടുന്ന ഒന്നാണ്. അങ്ങനെയാണെങ്കിൽ അവയ്ക്ക് സ്ഥിരമായ ഒരു ആശ്രയം വേണ്ടേ? ഈ ശരീരത്തിലാണ് നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം പോകുന്നതോടുകൂടി ഒക്കെ പോവുമായിരുന്നു. അപ്പൊ ശരീരത്തിൽ നിർത്തിയാൽ പറ്റില്ല.
പിന്നെ എവിടെയാണ് നിർത്തേണ്ടത്? അന്തഃക്കരണത്തിൽ എന്ന് പറയണം. ആത്മാവിൽ എന്ന് പറയാൻ വയ്യ. ആത്മാവ് നിർഗുണമാണ്. ആത്മാവ് അസംഗമായതുകൊണ്ട് ആത്മാവിൽ നിർത്താൻ പാടില്ല. നൈയായികന്മാർ അതൊക്കെ ആത്മാവിലെ കൊണ്ടേ വെക്കുന്നു. അത് ശരിയല്ല. അപ്പൊ മനസ്സിൽ അന്തഃക്കരണത്തിലാണ് പുണ്യപാപങ്ങൾ നിൽക്കുന്നത്. അന്തഃക്കരണം മരിക്കുന്ന സമയത്ത് നശിക്കുന്നില്ല. അത് കൂട് പോയിട്ട് കൂട് മാറുന്ന പോലെ. എങ്ങനെയാണ് പറയാ? വാസാംസി ജീർണാനി. ഇതൊന്നും അറിയില്ല. അയ്യോ, നിങ്ങൾ സാധാരണ ഗീതാ ക്ലാസ്സുകളിലൊക്കെ ഇവിടെ പ്രഭാഷണങ്ങൾ കേൾക്കൂ. എന്നാ ഇത് കുറെ ശ്ലോകങ്ങൾ തലയിൽ വരും. വാസാംസി ജീർണാനി യഥാവിഹായ നവാനി ഗൃഹാതി നരോപരാണി. എങ്ങനെയാണോ പഴയ വസ്ത്രങ്ങൾ ത്യജിച്ച് പുതിയ വസ്ത്രങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നത്, അതേപോലെയാണ് ആത്മാവ് കേടായ ശരീരത്തെ വിട്ട് പുതിയ ശരീരത്തെ സ്വീകരിക്കുന്നത്. അല്ല, ആത്മാവിനോട് അന്ധക്കരണ വിശിഷ്ടമായ ആത്മാവ് നടത്തും. കേവലം ആത്മാവ് ശരീരത്തെ സ്വീകരിക്കില്ലല്ലോ. കേവലം ആത്മാവിന് എന്തിനാ ശരീരത്തെ സ്വീകരിക്കേണ്ട ആവശ്യം? അവിടെ നിന്നാ പോരെ. അന്ധക്കരണ വിശിഷ്ടമായിരിക്കുന്ന ആത്മാവ്, അന്ധക്കരണാവച്ഛിന്ന ചൈതന്യം പുതിയ പുതിയ സ്ഥൂല ശരീരങ്ങളെ സ്വീകരിക്കുന്നു. അതിനാണ് ജനിക്കുക എന്ന് പറയാ. അത് കേടായാൽ നഷ്ടപ്പെടുന്നതിനാണ് മരിക്കുക എന്ന് പറയാ. അത്രേ കേസുള്ളൂ. അപ്പോ അതൊക്കെ ഇരിക്കട്ടെ. ഇപ്പൊ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് വേറെ വഴിക്ക് പോകും. അപ്പൊ നമ്മൾ വിഷയത്തിലേക്ക് വരാം. ഈ പുണ്യപാപങ്ങൾ എവിടെ ഇരിക്കുന്നത്? അന്ധക്കരണത്തിലാണ് ഇരിക്കുന്നത്. അന്ധക്കരണം നിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോക്ഷപര്യന്തം സ്ഥിരം, തതഃപരം നാസ്തി. മോക്ഷപര്യന്ത സ്ഥായി, അത്രയല്ലേ ആവശ്യമുള്ളൂ. മോക്ഷപര്യന്തം അന്ധക്കരണം നമ്മുടെ പിന്നാലെ ഉണ്ട്. ഒരേ അന്ധക്കരണം, മാറുന്നില്ല. മനസ്സ് മാറുന്നില്ല, അറിയാം. മനസ്സ് മാറുന്നില്ല, ശരീരം മാറുന്നേ ഉള്ളൂ, മനസ്സ് മാറുന്നില്ല. മനസ്സ് മാറി നിങ്ങൾ പറയുന്നത് മാനസാന്തരം എന്ന് പറയുന്നത് വേറെ അർത്ഥത്തിലാണ്. മനസ്സിലുള്ള വാസനകൾ മാറ്റാം. മനസ്സ് എന്ന് പറയുന്ന സാധനം മാറുന്നില്ല. മനസ്സിലുള്ള വാസനകൾ മാറിക്കഴിഞ്ഞാൽ മാനസാന്തരം വന്നു എന്ന് പറയില്ലേ. നമ്മുടെ ഭാവനകളും തോന്നലുകളും തീരുമാനങ്ങളും ഒക്കെ മാറിക്കഴിഞ്ഞാൽ മനസ്സ് മാറി എന്ന് പറയും. മനസ്സ് മാറി എന്നുള്ളതിന് അർത്ഥം മനസ്സ് മാറി എന്നല്ല. മനസ്സൊരിക്കലും മാറില്ല. മനസ്സിലുള്ള തീരുമാനങ്ങൾ മാറി. അപ്പോ എന്തിനാ അതൊക്കെ പറയണ? അതൊക്കെ വിടും. മനസ്സില് ഈ പുണ്യപാപങ്ങൾ ഉണ്ട്. അപ്പോ ഒരാള് പുണ്യത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്, നിൽക്കുക. എന്റെ പുണ്യത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്, അല്ലെങ്കിൽ പാപത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഞാൻ വെറുതെ ഒരാളെ അടിച്ചു, പിന്നീട് കഷ്ടമായി, അടിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. അതൊരു പാപം ചെയ്തു ഞാൻ തോന്നി നോക്കിയ. അല്ലാണ്ട് അല്ലെങ്കിൽ ഒരാളുടെ പൈസ മോഷ്ടിച്ചു, ചെയ്തതായിരുന്നു, മോശമായി, പാപം ചെയ്തു എന്ന് തോന്നി. ഇപ്പൊ ഞാൻ പാപത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ? പാപത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടല്ലോ. പാപത്തെക്കുറിച്ച് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പാപാകാര കാചന വൃത്തിർജായതേ എന്നല്ലേ അർത്ഥം. ഈ വൃത്തി നമ്മുടെ ഉള്ളിലുണ്ടാവുന്നു. ഉള്ളിലുണ്ടാവുന്നില്ലേ? പാപം എന്ന് പറയുന്ന സാധനം എവിടെ ഇരിക്കുന്നത്? ഉള്ളിലാണ്. പാപത്തെക്കുറിച്ചുള്ള അന്ധക്കരണ വൃത്തിയും പാപവും, പാപം എന്ന് പറയുന്നത് അന്ധക്കരണ വൃത്തിയല്ല, അന്ധക്കരണത്തിൽ ഇരിക്കുന്ന ഒരു സൂക്ഷ്മമായ ഒരു ധർമ്മം, അത് അന്ധക്കരണത്തിൽ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? വെറുതെ പാപത്തെക്കുറിച്ച്, എന്റെ പാപത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നു എന്ന് വെക്കുക. അപ്പോ പാപവിഷയകമായ ഒരു വൃത്തിയും ഉണ്ടായി. ഈ പാപവിഷയകമായ വൃത്തി എവിടെയാണ്? അന്ധക്കരണത്തില്. പാപം എവിടെയാണ്? അതും അന്ധക്കരണത്തില്. തർഹി പാപരൂപസ്യ വിഷയസ്യ പാപാകാര വൃത്തേശ്ച ഏകദേശേ വിദ്യമാനത്വ തദവച്ഛിന്ന ചൈതന്യം ഏകമേവ ഇത് കൃത്വ പാപപ്രത്യക്ഷം സ്യാത്. പാപപ്രത്യക്ഷം, പാപം നമുക്ക് പ്രത്യക്ഷമായേനെ. നിങ്ങളുടെ ഉള്ളിൽ എത്രത്തോളം പുണ്യപാപങ്ങളുണ്ട് നിങ്ങൾക്ക് പ്രത്യക്ഷമാണ്? ഒരിക്കലല്ല. പക്ഷേ നിങ്ങൾ പറയുന്ന പ്രക്രിയ വെച്ച് നോക്കുമ്പോൾ ഈ പാപം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്. പാപത്തെക്കുറിച്ചുള്ള ചിന്തിക്കുന്ന സമയത്ത് ആ അന്ധക്കരണ വൃത്തിയും നമ്മുടെ ഉള്ളിലാണ് സംഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വൃത്തേഹേ വിഷയസ്യ ഏകദേശേ വിദ്യമാനത്വ പാപാവച്ഛിന്ന ചൈതന്യം, അങ്ങനെ പറയണം. ഈ പൂവിന്റെ സ്ഥാനത്താണ് പാപം ഇരിക്കുന്നത്, അങ്ങനെ മനസ്സിലാക്കണം. ഒരു വിഷയമാണത്. ഘടപ്രത്യക്ഷം എന്ന് പറയുന്ന പോലെ പാപപ്രത്യക്ഷം സ്യാത്. പാപം മമ പ്രത്യക്ഷം സ്യാത്. എനിക്ക് ഇത്ര പാപമുണ്ട്, ആ പാപത്തെ ഞാൻ പ്രത്യക്ഷമായിട്ട് സുഖം അറിയുന്നത് പോലെ, സുഖം നമുക്ക് അറിയാൻ കഴിയും, പ്രത്യക്ഷമായിട്ട് അറിയാം. പാപം എത്രയുണ്ട്? പാപം ഉണ്ടായിക്കഴിഞ്ഞാൽ പാപം ഉണ്ടായി എന്ന് അറിയാൻ കഴിയുന്നില്ല, ഊഹിക്കാനേ പറ്റുന്നുള്ളൂ. തെറ്റാണ് ചെയ്തത് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ
തീർച്ചയായിട്ടും ഇതുകൊണ്ട് ഒരു പാപം സംഭവിച്ചിരിക്കാം എന്ന് ഊഹിക്കാനേ പറ്റുള്ളൂ. അതിങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റില്ല. സുഖത്തെ നിങ്ങൾ അറിയുന്നത് പോലെ പാപത്തെയും പുണ്യത്തെയും അറിയാൻ കഴിയില്ല. അതുകൊണ്ടാണത് അതൊന്നും നാസ്തികന്മാർ അംഗീകരിക്കാത്തത്. അതുകൊണ്ടാണ് പുണ്യപാപങ്ങളെ മുതലായിട്ടുള്ള ആശയങ്ങളെ നാസ്തികന്മാർ എന്തുകൊണ്ടാണ് അംഗീകരിക്കാത്തത്? അറിയാൻ കഴിയുന്നില്ല. പ്രത്യക്ഷമായിട്ട് അറിയാൻ കഴിയുന്നത് മാത്രമേ അംഗീകരിക്കുവാൻ പാടുള്ളൂ എന്നുള്ള നിർണയമുള്ളവര് അങ്ങനെ അംഗീകരിക്കില്ല. പ്രത്യക്ഷമായിട്ട് അറിയുന്നത് മാത്രം അംഗീകരിച്ചാൽ പോരാ, ലോകത്തെ വ്യാഖ്യാനിക്കുന്നതിന് വേറെയും ചില വിഷയങ്ങളെ അംഗീകരിക്കേണ്ടതായിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്നവര് അംഗീകരിക്കും. അപ്പൊ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും പാപത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത്, പാപം അവിടെ ഉള്ള സമയത്ത് വൃത്തേർ വിഷയസ്ഥിത ഏകദേശസ്തത്വമാഗതം തർഹി പാപവിഷയക വൃത്തൗ പ്രതിഫലിതം ചൈതന്യം പ്രത്യക്ഷം സ്യാ. അതൊരു പ്രത്യക്ഷ ജ്ഞാനമാവുമായിരുന്നു. ഇതാണ് ചോദ്യം. ഇതിനെന്താ മറുപടി പറയാ? നമ്മുടെ പ്രക്രിയ പരിഷ്കരിക്കേണ്ടതുണ്ട്. ഇപ്പൊ എന്തായിരുന്നു നമ്മുടെ പ്രത്യക്ഷ ജ്ഞാനത്തിന്റെ ലക്ഷണം പറഞ്ഞത്? വിഷയാവച്ഛിന്ന ചൈതന്യാഭിന്ന വൃത്യവച്ഛിന്ന ചൈതന്യം പ്രത്യക്ഷ ജ്ഞാനം എന്നാണ് പറഞ്ഞത്. അപ്പോ അതിലൊരു വിശേഷണം ചേർക്കണം. വിഷയത്തിനൊരു വിശേഷണം ചേർക്കണം. എന്താണ്? യോഗ്യ വിഷയാവച്ഛിന്ന ചൈതന്യാഭിന്ന വൃത്യവച്ഛിന്ന ചൈതന്യം. യോഗ്യമായ വിഷയം യോഗ്യമായിരിക്കണം. യോഗ്യം എന്ന് പറഞ്ഞാലോ പ്രത്യക്ഷമാവാൻ കൊള്ളുന്ന വിഷയമായിരിക്കണം എന്നർത്ഥം, അല്ലെ? പുണ്യപാപങ്ങളുടെ സ്വഭാവം തന്നെ എങ്ങനെയാണ്? അത് പ്രത്യക്ഷമാവാൻ കൊള്ളുന്ന ഒരു വിഷയമല്ല, പ്രത്യക്ഷയോഗ്യമായ ഒരു വിഷയമല്ല പുണ്യപാപങ്ങൾ. അപ്പോ പുണ്യത്തെയും പാപത്തെയും കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് വൃത്തി അവിടെ സംഭവിക്കും, ഇല്ല എന്നുള്ളതല്ല. വിഷയവും അവിടെ തന്നെ ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ യോഗ്യമായ വിഷയമുണ്ടോ? ഇല്ല. ഈ മുമ്പിലിരിക്കുന്ന പൂവ് യോഗ്യമായ വിഷയമാണ്. യോഗ്യം എന്ന് പറഞ്ഞാലോ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നത്, പ്രത്യക്ഷയോഗ്യമായ വിഷയം. പരോക്ഷജ്ഞാനമാണ് തീർച്ചയായിട്ടും. പ്രത്യക്ഷത്തിന്റെ ലക്ഷണം അവിടെ അതിവ്യാപ്തമായോ ഇല്ലയോ നോക്കൂ. വിഷയാവച്ഛിന്ന ചൈതന്യാഭിന്ന വൃത്യവച്ഛിന്ന ചൈതന്യം പ്രത്യക്ഷ ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷയ പുണ്യം പാപഞ്ച വിഷയാവച്ഛിന്ന ചൈതന്യം ചൈതന്യാഭിന്നം വൃത്യവച്ഛിന്ന ചൈതന്യം അസ്തി. അത പ്രത്യക്ഷസ്യ ലക്ഷണം അതിവ്യാപ്തം. അത് വാസ്തവത്തിൽ പരോക്ഷജ്ഞാനമാണ്, പ്രത്യക്ഷജ്ഞാനമല്ല. വന്യസ്ഥലെ അതൈവ പരോക്ഷം ഭവതി. തത്ര കിം ഭവതി? വന്യസ്ഥലെ വന്യാകാരേണ വന്യവച്ഛിന്ന ചൈതന്യ പ്രതിബിംബോ നാസ്തി. എന്താ സംഭവിക്കുന്നത്? വന്യാകാര വൃത്തിരസ്തി, പരന്തു വന്യാകാര വൃത്തി ഇന്ദ്രിയജന്യാ ഭവതി വാ? അസ്മാഭി തത് നിവേശിതമസ്തി. ഇന്ദ്രിയയോഗ്യമായ വസ്തുവിനെ കുറിക്കുന്ന വൃത്തി ഇന്ദ്രിയജന്യമായിരിക്കണം എന്ന് നിയമമുണ്ട്. ഇന്ദ്രിയ യോഗ്യമായിരിക്കുന്ന വസ്തുവാണോ നിങ്ങൾ കാണാൻ കഴിയുന്നത്? അങ്ങനെയാണെങ്കിൽ ആ വൃത്തി ഇന്ദ്രിയജന്യമായിരിക്കണം എന്ന് നിയമമുണ്ട്. ഇപ്പൊ വന്യാകാര വൃത്തി ഉണ്ട്, പക്ഷെ അത് ഇന്ദ്രിയജന്യമാണോ? അല്ല. സുഖത്തെയും ദുഃഖത്തെയും കുറിച്ച് പറയുമ്പോൾ ഇന്ദ്രിയത്തിനെ ഉപയോഗപ്പെടുത്താറില്ല. കാരണം അത് ഇന്ദ്രിയം കൊണ്ട് അറിയേണ്ടുന്നല്ല. ഇന്ദ്രിയം കൊണ്ട് അറിയേണ്ടുന്ന ഒന്നാണെങ്കിൽ അതിനെ വിഷയമാക്കുന്ന വൃത്തി ഇന്ദ്രിയജന്യമായിരിക്കണം എന്ന് നിർബന്ധം പറയേണ്ടതുണ്ട്. സുഖം ദുഃഖം മുതലായിട്ടുള്ള വിഷയങ്ങൾ ഇന്ദ്രിയം കൊണ്ട് അറിയേണ്ടുന്നവയല്ല. അതുകൊണ്ട് അവിടെ ഇന്ദ്രിയജന്യ വൃത്തിയുടെ ആവശ്യമില്ല. അപ്പൊ അതിന്റെ എന്നാലും പ്രത്യക്ഷം ഉപപാദിപ്പിക്കാം എന്ന് കേട്ട ഉടനെ ഒരാൾ ചോദിക്കുകയാണ്, അങ്ങനെയാണെന്ന് വെച്ചാൽ ധർമാധർമ്മങ്ങളും അന്ധകരണത്തിലുണ്ട്, അതും എന്തുകൊണ്ട് പ്രത്യക്ഷമാവുന്നില്ല? അതായത് ധർമാധർമ്മ വിഷയകം പരോക്ഷജ്ഞാനം യദസ്തി അത്ര പ്രത്യക്ഷ ലക്ഷണസ്യ അതിവ്യാപ്തി എന്ന് പറഞ്ഞു. അപ്പൊ അതിന് മറുപടി പറഞ്ഞു, അങ്ങനെയല്ല, യോഗ്യമായിരിക്കണം വിഷയം. വിഷയസ്ഥ യോഗ്യത്വം അപേക്ഷതേ ധർമാധർമ്മയോസ്തു യോഗ്യത്വം നാസ്തി. യോഗ്യത്വം നാസ്തി എന്ന് പറഞ്ഞാലോ പ്രത്യക്ഷമാവാൻ പറ്റുന്ന ഒന്നല്ല ധർമാധർമ്മങ്ങൾ. അതുകൊണ്ട് അത് അതിന് മുകളിൽ ചോദ്യമാണ്, ധർമാധർമ്മങ്ങൾ യോഗ്യമാണോ അല്ലയോ നിങ്ങൾ എങ്ങനെയാ തീരുമാനിച്ചേ? എന്താ അതിന് ഉത്തരം? വേറൊന്നും വഴിയില്ല അതിന്. അതിന്റെ സ്വഭാവം അങ്ങനെയാണ്, ചില വസ്തുക്കളുടെ സ്വഭാവം അങ്ങനെയാണെന്ന് മനസ്സിലാക്കി നിർത്തിയുള്ളൂ. ധർമാധർമ്മങ്ങൾ ആർക്കും പ്രത്യക്ഷമാവുന്നില്ല എന്നുള്ളത് സ്പഷ്ടമാണ്. പുണ്യവും പാപവും ആർക്കും പ്രത്യക്ഷമല്ല എന്നുള്ളത് ലോകത്തെ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണല്ലോ. എന്റെ പുണ്യം ഞാൻ പ്രത്യക്ഷമായിട്ട് അറിയുന്നു ഇല്ല. അതുകൊണ്ട് പുണ്യപാപങ്ങൾ പ്രത്യക്ഷമല്ല എന്നുള്ളത് ലോകത്തെ എല്ലാവർക്കും വിദിതമായ വിഷയമായതുകൊണ്ട് തസ്യ സ്വഭാവ ഏവ തഥാ നിർണീയതേ.
यद्यपि एते सर्वेपि अन्तःकरणे वर्तन्ते तथापि सुखदुःखादिकं तु प्रत्यक्षयोग्यं पुण्यपापादिकं तु प्रत्यक्षयोग्यं न एतस्मिन् विषये फलबलकल्प्यः स्वभाव एव शरणम् ഇതിലുള്ള പങ്ക്തിയാണ് ഞാൻ പറയുന്നത്. ഫലബലകൽപ്യഃ സ്വഭാവ ഏവ ശരണം. ഫലബലകൽപ്യഃ എന്ന് പറഞ്ഞാലോ ഫലത്തെ വെച്ചിട്ട് അതിന്റെ സ്വഭാവത്തെ നമ്മൾ കൽപ്പിക്കുകയാണ്. ഒരു വസ്തുവിന്റെ അഗ്നിക്ക് ഉഷ്ണമുണ്ട് എന്നെങ്ങനെ തീരുമാനമെടുത്ത്? തൊട്ട് കഴിഞ്ഞാൽ ഉഷ്ണം അനുഭവപ്പെടുന്നുണ്ട്. എന്താണ് ഉഷ്ണ സ്വഭാവമാണ്. വസ്തുക്കളുടെ സ്വഭാവത്തെ നമ്മുടെ അനുഭവത്തെ വെച്ചല്ലേ മുൻനിർത്തിയിട്ടല്ലേ കണക്കാക്കുക. അപ്പോ ധർമാധർമാദികള് പ്രത്യക്ഷയോഗ്യങ്ങളല്ല എന്ന തീരുമാനം എങ്ങനെയാണ് എടുത്തത് എന്നാണെങ്കിൽ യതഃ പ്രത്യക്ഷീഭവതി അതേവ തസ്യ സ്വഭാവഃ തഥാ വർത്തതേ അസ്മാഭിः നിർണയം സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് അദൃഷ്ടം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവയെ അദൃഷ്ടം എന്ന് പറയുന്നത്. സുഖദുഃഖാദീനാം ഏത് അദൃഷ്ടോ? അഗ്നി പ്രത്യക്ഷ യോഗ്യമാണ്. ഞാൻ ആ അംശത്തിലുള്ള ഉദാഹരണം പറഞ്ഞു. അഗ്നിക്ക് ഉഷ്ണമുണ്ടെന്ന് എങ്ങനെ തീരുമാനിച്ച? അഗ്നി ഉഷ്ണ സ്വഭാവത്തോട് കൂടിയതാണ് എന്ന് എങ്ങനെ തീരുമാനിച്ചേ? അഗ്നിയുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ ഉഷ്ണ സ്വഭാവം അറിയുന്നുണ്ട്. അത്രയും വേറൊന്നുമില്ല. വേറെ അതിൽ തീരുമാനിക്കാൻ വേറെ ന്യായമൊന്നും ആവശ്യമില്ല. എന്നതുപോലെ ധർമാധർമാദികൾ പ്രത്യക്ഷ യോഗ്യമല്ല എങ്ങനെയൊക്കെ തീരുമാനിച്ചേ? ധർമാധർമാദികൾ ഉണ്ടായിട്ടും പ്രത്യക്ഷമാവുന്നില്ല. അങ്ങനൊന്നും ഉണ്ട് എന്നുള്ളത് ശാസ്ത്രം കൊണ്ട് നമുക്ക് അറിയാൻ കഴിയും. പക്ഷെ പ്രത്യക്ഷമാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് കാണിച്ചാലും പ്രത്യക്ഷമാവുന്നില്ല. എന്തൊക്കെ മെനക്കെട്ട് കഴിഞ്ഞാലും പ്രത്യക്ഷ യോഗ്യമാണോ അല്ലയോ ചോദിച്ചു കഴിഞ്ഞാൽ സാമാന്യമായിട്ട് പ്രത്യക്ഷമല്ല എന്ന് വെച്ച് പ്രത്യക്ഷ യോഗ്യമല്ല തീരുമാനിക്കരുത്. സൂക്ഷ്മമായ അണുക്കളുണ്ട്. അപ്പൊ അത് മൈക്രോസ്കോപ്പ് കൂടെ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യക്ഷമാണ് അല്ലെ? പ്രത്യക്ഷമാവുന്നുണ്ടോ? നിങ്ങൾ എന്ത് സാമഗ്രി ഉപയോഗിച്ചിട്ട് പ്രത്യക്ഷമാക്കിയാലും വിരോധമില്ല. പ്രത്യക്ഷ യോഗ്യമാണത്. നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ട് പ്രത്യക്ഷ യോഗ്യമല്ല എന്ന് പറയുന്നത്. നിങ്ങളുടെ നേത്രത്തിന്റെ പാടവം പോരാത്തത് കൊണ്ടാണല്ലോ ഒരു യന്ത്രത്തെ ആശ്രയിക്കുന്നത്. യന്ത്രത്തെ ആശ്രയിച്ചോളൂ. യന്ത്രത്തെ ആശ്രയിച്ചിട്ടാണെങ്കിൽ പോലും അത് പ്രത്യക്ഷമാവുന്നുണ്ടെന്നൊക്കെയാ. പ്രത്യക്ഷ യോഗ്യമാണെന്ന് അംഗീകരിച്ചോളണം. മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ അത് ഇലക്ട്രോണിക് മൈക്രോസ്കോപ്പ് ആവട്ടെ, എത്ര എന്താ പറയണ്ട കേമായിട്ടുള്ള മൈക്രോസ്കോപ്പ് ആവട്ടെ, പുണ്യപാപങ്ങളെ കണ്ടു അങ്ങനെ എവിടെയും കേട്ടിട്ടില്ല. സംഭവിക്കില്ല. അതുകൊണ്ട് അത് പ്രത്യക്ഷ യോഗ്യമല്ല. പ്രത്യക്ഷ യോഗ്യമല്ലാത്ത വസ്തുക്കളെ ഒന്നും നമുക്ക് ലോകത്ത് അംഗീകരിക്കാൻ പാടില്ലേ? പാടില്ലേ? എന്താ അഭിപ്രായം? പ്രത്യക്ഷ യോഗ്യമല്ലാത്ത ഒന്നിനെ അംഗീകരിക്കാൻ പാടില്ലേ? പ്രത്യക്ഷ യോഗ്യമല്ലാത്ത എത്രയോ പദാർത്ഥങ്ങളെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ സയൻസും മുന്നോട്ട് പോകുന്നത്. അങ്ങനെയൊന്നും ഇല്ലാതിരിക്കണ്ട. നമ്മുടെ ആർഷശാസ്ത്രങ്ങളിൽ മാത്രമേ ഇത്തരം കൽപ്പനകളുള്ളൂ എന്ന് പറയാൻ വയ്യ. എല്ലാ ശാസ്ത്രങ്ങളിലും ഇത്തരം കൽപ്പനകൾ ഇല്ലാണ്ട് ഒരു ശാസ്ത്രം പ്രവർത്തിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെയൊന്നും ആരും വിചാരിക്കണ്ട. അപ്പൊ ശരി, അപ്പൊ ഈ പുണ്യപാപങ്ങള് പ്രത്യക്ഷ യോഗ്യമേ അല്ല. അതുകൊണ്ടാണ് ഇത് ഗ്രന്ഥപംക്തി അങ്ങനെയാണ്. സുഖദുഃഖാദീനാം പുണ്യപാപാദീനാം ച അന്തഃകരണ വൃത്തിത്വ ആവിശേഷേപി സുഖദുഃഖാദികം പ്രത്യക്ഷം ധർമാധർമാദികം തു നപ്രത്യക്ഷം ഇത്യത്ര ഫലബലകൽപ്യഃ സ്വഭാവ ഏവ ശരണം. ഗ്രന്ഥപംക്തിയാണ്. അതിന്റെ അടുത്ത വരിയാണ് അന്യഥാ ന്യായമതേപി ധർമാധർമ്മയോഹോ സുഖദുഃഖാദീനാഞ്ച ആത്മധർമ്മത്വാവിശേഷേപി ധർമാധർമാദികം ന പ്രത്യക്ഷം സുഖദുഃഖാദികം തു പ്രത്യക്ഷം ഇത്യത്ര കിമന്യത് പ്രമാണം സ്യാത്. നൈയായികന്മാരോട് ചോദിക്കാം. ഗ്രന്ഥപംക്തിയാണ്. നിങ്ങളുടെ മതത്തില് ഇതൊക്കെ എവിടെയുള്ളത്? ആത്മാവിലാണ്. അതിൽ സുഖദുഃഖാദികൾ പ്രത്യക്ഷമാണ്, ധർമാധർമാദികളല്ല. എങ്ങനെയാ തീരുമാനിച്ചേ? പ്രത്യക്ഷമാവുന്നുണ്ട്, അതുകൊണ്ട് പ്രത്യക്ഷമാണ്, അതിന് യോഗ്യമാണ്. പ്രത്യക്ഷമാവുന്നില്ല, അതുകൊണ്ട് അതിന് യോഗ്യമല്ല. ഇത്രയേ പറയാനുള്ളൂ എന്നർത്ഥം. അതുകൊണ്ട് എന്തായി? യോഗ്യ വിഷയാവച്ഛിന്ന ചൈതന്യ ഭിന്ന വൃത്യവച്ഛിന്ന ചൈതന്യം എന്ന് വന്നു. ഇനി അടുത്ത വിഷയം, ഇതിന്റെ മുകളിൽ ഇനിയും പരിഷ്കരിക്കാനുണ്ട്. ഒരു വിഷയത്തെ ഇന്ദ്രിയം കൊണ്ട് നമ്മൾ അറിയുന്ന സമയത്ത് ഈ പൂവ് ദൂരെ വെച്ചിരിക്കുകയാണ്, ഞാനത് കണ്ണുകൊണ്ട് കാണുന്നു. ഇതിൽ ഗന്ധമുണ്ടെന്ന് വെക്കാം. ഇതിൽ ഗന്ധമില്ല, എനിക്ക് ദൂരെ വെച്ച് കഴിഞ്ഞാൽ പൂവാണ്, ഒരു പക്ഷേ എനിക്ക് ഭ്രമം വന്നേക്കാം, ഇതിന് ഗന്ധമുണ്ട് എന്ന് തോന്നൽ വന്നേക്കാം. പക്ഷേ
ദൂരെ ഇതൊരു ശരിക്കുള്ള പൂവാണ്, നിങ്ങൾ സങ്കല്പിക്കുക, ശരിക്കുള്ള പൂവാണ്. ഈ പൂവ് ദൂരെ വെച്ചിരിക്കുകയാണ്. ഈ പൂവ് എനിക്ക് ദൂരെ ഇവിടുന്ന് കാണാൻ കഴിയുന്നില്ലേ? അപ്പൊ ഇന്ദ്രിയജന്യ വൃത്തി അവിടെ ഉണ്ട്. ചക്ഷുരിന്ദ്രിയജന്യ വൃത്തി പുഷ്പദേശേ അസ്തി. ചക്ഷുരിന്ദ്രിയജന്യാവൃത്തി പുഷ്പദേശേ അസ്തി. പക്ഷെ അതിന്റെ ഗന്ധം അറിയാൻ കഴിയുന്നുണ്ടോ? ദൂരെ വെച്ച പുഷ്പത്തിന്റെ ഗന്ധം എനിക്ക് അറിയാൻ കഴിയുന്നുണ്ടോ? ഇല്ല. അറിയാൻ കഴിയേണ്ടതായിരുന്നില്ലേ? ചോദ്യം വരും. എന്താ കാരണം? നിങ്ങൾ പറയുന്ന ലക്ഷണം അവിടെ വരുന്നുണ്ട്. നിങ്ങൾ പറയുന്ന ആ ഒരു പ്രത്യക്ഷത്വ പ്രയോജകം ഉണ്ടല്ലോ, വിഷയാവച്ഛിന്ന ചൈതന്യാഭിന്ന വൃത്യവച്ഛിന്ന ചൈതന്യം എന്ന് പറയുന്ന ആ ഒരു അംശം അവിടെ വന്നു. ഇന്ദ്രിയജന്യ വൃത്തി അവിടെ ഉണ്ട്, ചക്ഷുരിന്ദ്രിയജന്യ വൃത്തി ഉണ്ട്. അപ്പൊ അന്ധകരണം അവിടെ എത്തിയില്ലേ? എന്റെ അന്ധകരണം ചക്ഷുരിന്ദ്രിയ ദ്വാര അവിടെ എത്തി. അല്ലെങ്കിൽ കാണാൻ കഴിയുമായിരുന്നില്ല. एवञ्च चक्षुरिन्द्रियद्वारा अन्तःकरणं विषयदेशे आगतं तर्हि अन्तःकरणवृत्तिरपि तत्र अस्ति. चक्षुरिन्द्रियजन्या वृत्तिरस्ति. चक्षुरिन्द्रियजन्या वृत्तिः पुष्पदेशे अस्ति. तर्हि वृत्त्यवच्छिन्नचैतन्यं कुत्र अस्ति? तत्रैव अस्ति. पुष्पावच्छिन्नचैतन्यं कुत्र अस्ति? तत्रैव अस्ति. पुष्परूपावच्छिन्नचैतन्यं कुत्र अस्ति? तत्रैव अस्ति. पुष्पगन्धावच्छिन्नचैतन्यं कुत्र अस्ति? तत्रैव अस्ति. ഇതൊക്കെ വേറെയാണ്. പുഷ്പഗന്ധാവച്ഛിന്ന ചൈതന്യം, പുഷ്പരൂപാവച്ഛിന്ന ചൈതന്യം പോയി എവിടെ എത്തും നിങ്ങൾ വിചാരിക്കരുത്. കുറച്ചുകൂടി പോവാണ്ട്. അങ്ങനെയാണ്, മേലേക്ക് കയറിപ്പോവും. പുഷ്പരൂപാവച്ഛിന്ന ചൈതന്യം, രൂപം എന്ന് പറഞ്ഞാൽ അതിന്റെ കളറ്. പുഷ്പഗന്ധാവച്ഛിന്ന ചൈതന്യം, ഇനി എന്തൊക്കെ അതിൽ ക്വാളിറ്റീസ് ഉണ്ടോ അതൊക്കെ. പുഷ്പരസാവച്ഛിന്ന ചൈതന്യം ഒക്കെ എടുക്കാം. ഇതൊക്കെ ഒരു സ്ഥലത്ത് ഒന്നായോ? ആകെപ്പാടെ കയ്യിലുള്ളത് ഒരു അന്ധക്കരണ വൃത്തിയുണ്ട്. ചക്ഷുരീന്ദ്രിയജന്യമായ അന്ധക്കരണ വൃത്തി ഇവിടെ ഉണ്ട്. തരി അന്ധക്കരണ വൃത്തി അവച്ഛിന്ന ചൈതന്യം എത്ര അസ്തി തത്രൈവ വിഷയാവച്ഛിന്ന ചൈതന്യം അസ്തി. അപ്പോൾ വിഷയാവച്ഛിന്ന ചൈതന്യത്തിനും അന്ധക്കരണ വൃത്തി അവച്ഛിന്ന ചൈതന്യത്തിനും ഭേദമില്ല. പക്ഷെ അതുകൊണ്ട് എന്താ നമുക്ക് കുഴപ്പം വന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് ദോഷം എന്താ സംഭവിക്കുന്നത്? യഥാ രൂപാവച്ഛിന്ന ചൈതന്യാഭിന്നം ഭവതി അന്ധക്കരണ വൃത്തി അവച്ഛിന്ന ചൈതന്യം, തഥാ ഗന്ധാവച്ഛിന്ന ചൈതന്യാഭിന്നമപി ഭവതി ഇത് കൃത്വാ ഗന്ധപ്രത്യക്ഷമപി കുതോ ന സ്യാത്. ചോദ്യം വന്നോ? ശരിക്കും പറഞ്ഞാൽ എന്താണ്? പുഷ്പത്തെ കാണുന്ന സമയത്ത് തന്നെ അതിന്റെ ഗന്ധം എന്തുകൊണ്ട് കിട്ടുന്നില്ല? ഗന്ധം എന്തുകൊണ്ട് കിട്ടുന്നില്ല? അപ്പൊ അതിനെന്താ പരിഷ്കരിക്കുക? ഗന്ധം കിട്ടാൻ കണ്ണ് പോയാൽ പോരാ, മൂക്ക് എത്തണം. തന്നെയാണ് ഉത്തരം. ഈ ഉത്തരത്തെ വെച്ച് ഇവിടെ എങ്ങനെയാ പരിഷ്കരിക്കുക? തത്തദിന്ദ്രിയജന്യ വൃത്യവച്ഛിന്ന ചൈതന്യം അപേക്ഷത യോഗ്യ വിഷയാവച്ഛിന്ന ചൈതന്യാഭിന്ന തത്തദിന്ദ്രിയജന്യ വൃത്യവച്ഛിന്ന ചൈതന്യം അപേക്ഷതേ. തത്തദിന്ദ്രിയം, ഏത് ഇന്ദ്രിയത്തിന് ഏത് യോഗ്യമോ, യോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയ യോഗ്യം എന്നർത്ഥല്ലേ? ഏത് ഇന്ദ്രിയത്തിന് യോഗ്യം? തത്തദിന്ദ്രിയ യോഗ്യം. തത്തദിന്ദ്രിയ യോഗ്യ വിഷയാവച്ഛിന്ന ചൈതന്യാഭിന്ന വൃത്യവച്ഛിന്ന ചൈതന്യം പ്രത്യക്ഷം ഇത് വക്തവ്യം. തത്തദിന്ദ്രിയ യോഗ്യ വിഷയാവച്ഛിന്ന ചൈതന്യാഭിന്ന വൃത്യവച്ഛിന്ന ചൈതന്യം പ്രത്യക്ഷം ഇത് വക്തവ്യം. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് പറഞ്ഞ ദോഷം ചോദ്യത്തിന് ഉത്തരം വന്നു. എങ്ങനെയാ ഉത്തരം വന്നത്? യദ്യപി ചക്ഷുരിന്ദ്രിയ യോഗ്യ വിഷയാവച്ഛിന്ന ചൈതന്യാഭിന്ന വൃത്യവച്ഛിന്ന ചൈതന്യം അസ്തി, തഥാപി ഘ്രാണേന്ദ്രിയ യോഗ്യ വിഷയാവച്ഛിന്ന ചൈതന്യ അഭിന്ന വൃത്യവച്ഛിന്ന ചൈതന്യം നാസ്തി. കിമർത്ഥം? ഘ്രാണേന്ദ്രിയസ്യ പുഷ്പേണ സഹ സന്നികർഷോ നാസ്തി. യഥാ ഘ്രാണേന്ദ്രിയസ്യ പുഷ്പേണ സഹ സന്നികർഷോ നാസ്തി തദാനീം ഘ്രാണേന്ദ്രിയജന്യ വൃത്തിഃ തത്ര നാസ്തി. തർहि ഘ്രാണേന്ദ്രിയജന്യ വൃത്തി ഘ്രാണേന്ദ്രിയ യോഗ്യ തത്തദിന്ദ്രിയ യോഗ്യ വിഷയ ഘ്രാണേന്ദ്രിയ യോഗ്യ വിഷയ യഥാ ഘ്രാണേന്ദ്രിയ യോഗ്യ വിഷയോ ഭവതി തഥാ ഘ്രാണേന്ദ്രിയജന്യാ വൃത്തിരപേക്ഷത്തെ നോ ചേന്ന ഭവതി. ഇവിടെ ചക്ഷുരീന്ദ്രിയജന്യ വൃത്തി ഉണ്ടായിട്ട് കാര്യമില്ല. ചുരുക്കി പറഞ്ഞാൽ ഇന്ദ്രിയ യോഗ്യമാണ് വിഷയം എന്ന് വെക്കാം. ഏതെങ്കിലും ഇന്ദ്രിയത്തിന് യോഗ്യമായിട്ട് കാര്യമില്ല. അതാത് ഇന്ദ്രിയത്തിന് യോഗ്യമാവണം. അതാണ് അതാത് ഇന്ദ്രിയം എന്ന് പറയില്ല. അതിന്റെ സംസ്കൃതമാണ് തത്തദിന്ദ്രിയം. തത്തദിന്ദ്രിയ യോഗ്യത്വം അപേക്ഷതേ തത്തദിന്ദ്രിയജന്യാ വൃത്തിരപേക്ഷത അന്യഥാ പ്രത്യക്ഷം ഭവതി. ഇതാണ് അതിന് മറുപടി.
ഇനി ഒരു ചോദ്യം വരുന്നു. ഒരു ചോദ്യം, ആ ചോദ്യം പറയുന്നതിന് മുമ്പ് പ്രത്യക്ഷമാവേണ്ടുന്ന വിഷയം പ്രത്യക്ഷത്വ യോഗ്യമാവണമെന്ന് പറഞ്ഞു. പ്രത്യക്ഷമാവാൻ യോഗ്യമായ വിഷയമാവണം എന്ന് പറഞ്ഞു. അത് മാത്രം പോരാ, വിഷയം അവിടെ വർത്തമാനമാവണം, ഉള്ളതാവണം. അപ്പോൾ അവിടെ ഉള്ളതായിരിക്കണം, എന്നാൽ മാത്രമേ പ്രത്യക്ഷമാവുള്ളൂ. ഒരു നിയമമാണ്. അതല്ല, പ്രാതിഭാസികമായാലും വിരോധമില്ല, പ്രത്യക്ഷമാവും. പ്രാതിഭാസിക വിഷയം ഭ്രമസ്ഥലത്തേ ഉണ്ടാവുള്ളൂ. നോക്കൂ, പ്രത്യക്ഷ ജ്ഞാനത്തിനും പരോക്ഷ ജ്ഞാനത്തിനും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം, അപ്പോൾ മുമ്പിലുള്ള വസ്തുവിനെ മാത്രമേ നമുക്ക് പ്രത്യക്ഷമായിട്ട് അറിയാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. പരോക്ഷമായിട്ട് അങ്ങനെയല്ല. പണ്ടെന്നോ മരിച്ചു പോയിട്ടുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ഇന്ന് ഓർക്കുന്നില്ലേ? ഇതൊരു പരോക്ഷജ്ഞാനല്ലേ? പരോക്ഷജ്ഞാനം വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ഊഹിക്കുന്നില്ലേ? അത് പരോക്ഷജ്ഞാനല്ലേ? വരാൻ പോകുന്ന കാര്യം ഇപ്പൊ ഇല്ല. പക്ഷേ പ്രത്യക്ഷജ്ഞാനം അങ്ങനെ സംഭവിക്കുമോ? നിങ്ങളൊന്ന് ആലോചിക്കൂ സ്വയം. പ്രത്യക്ഷജ്ഞാനം ഉള്ള വസ്തുവിനെ കുറിച്ച് അല്ലാണ്ട് പ്രത്യക്ഷം വരുന്നതായിട്ട് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? മുമ്പിൽ ഇല്ലാത്ത വസ്തുവിനെ കാണാൻ പറ്റുന്നുണ്ടോ? കാണുക മാത്രം പറഞ്ഞാൽ പോരാ. നിങ്ങൾ പ്രത്യക്ഷജ്ഞാനം എന്ന് പറഞ്ഞാൽ കാഴ്ച മാത്രമല്ല, ഏത് ഇന്ദ്രിയം കൊണ്ടുള്ള കാഴ്ചയാവട്ടെ, ഇന്ദ്രിയം കൊണ്ടല്ലാതെ ഉള്ളിലുള്ള സുഖദുഃഖാദി ജ്ഞാനമാവട്ടെ, ആ വിഷയം അവിടെ ഉണ്ടായിരിക്കണം, നിർബന്ധമാണ്. ആ കാണുന്നതോ കേൾക്കുന്നതോ രുചിക്കുന്നതോ മണക്കുന്നതോ വേറെ തരത്തിൽ അനുഭവിക്കുന്നതോ ആയ വിഷയം നിങ്ങളുടെ അനുഭവം പ്രത്യക്ഷാനുഭവം ആവണമെങ്കിൽ നിർബന്ധം എന്താണ്? ആ വിഷയം അവിടെ ആ സമയത്ത് ഉണ്ടായിരിക്കണം. ഇതാണ് നിയമം. നിയമം ശരിയാണോ? അപ്പോ അതും കൂടി ഇവിടെ ചേർക്കേണ്ടതുണ്ട് ഈ ലക്ഷണത്തില്. യോഗ്യ വർത്തമാന വിഷയാവച്ഛിന്ന ചൈതന്യാഭിന്ന വൃത്യവച്ഛിന്ന ചൈതന്യം എന്ന് പറയണം. തത്തതിന്ദ്രിയ യോഗ്യ വർത്തമാന വിഷയാവച്ഛിന്ന ചൈതന്യാഭിന്ന വൃത്യവച്ഛിന്ന ചൈതന്യം എന്നിങ്ങനെ പരിഷ്കരിക്കേണ്ടിയിരിക്കുന്നു. എന്തിനാ പരിഷ്കരിക്കണത്? ഉള്ളതൊക്കെ അവിടെ ചേർക്കേണ്ട ആവശ്യമുണ്ടോ? കഴിഞ്ഞാൽ വേണം. ഇല്ല എങ്കിൽ മൃതവും അതിവ്യാപ്തി സ്യാത്. സ്മൃതിയിൽ അതിവ്യാപ്തി വരും. എങ്ങനെയാണെന്ന് ചോദിക്കാം. ഇപ്പോ എനിക്ക് ഇന്നലെ ഉണ്ടായ ഒരു ദുഃഖത്തെ കുറിച്ച് ഇന്ന് സ്മരിക്കുകയാണ്. ഇന്നലെ എനിക്ക്, ശ്രദ്ധിക്കണം, ഇന്ന് ആ ദുഃഖം ഇല്ല, ഇന്ന് ആ ദുഃഖം പോയി. ഇന്നലെ എനിക്ക് വന്ന ഒരു ദുഃഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഒന്നിച്ചുള്ള പേരാണ് ദുഃഖം. നമ്മൾ മലയാളത്തിൽ ദുഃഖം എന്ന് പറഞ്ഞാൽ എന്തോ അങ്ങനെ ഹൃദയത്തെ മഥിക്കുന്ന അത്തരം വേദനകൾക്കൊക്കെയാണ് ദുഃഖം എന്ന വാക്ക് പറയുള്ളൂ. ആ വാക്കിന് കുറച്ച് കനമുണ്ട്. സംസ്കൃതത്തിൽ അങ്ങനെയില്ല. ദുഃഖം എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ദുഃഖം എന്ന് പറയാം. ഇപ്പൊ കറണ്ട് അങ്ങോട്ട് പോയി എന്ന് വെക്കാം, ഇപ്പൊ ചെറിയൊരു ഉഷ്ണം വരില്ലേ, അതിന് ദുഃഖം എന്ന് പറയും. ആ ഉഷ്ണത്തിനല്ല ദുഃഖം, ആ ഉഷ്ണം അനുഭവിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു 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 ഇറിറ്റേഷൻ ഇല്ലേ, അതിന് ദുഃഖം എന്ന് പറയാം. ഇപ്പോ എനിക്ക് ഇന്നലെ ഉണ്ടായ ഒരു ദുഃഖം, അത് ഇന്നില്ല, അത് ഞാൻ സ്മരിക്കുകയാണെന്ന് വിചാരിക്കാം. ശ്രദ്ധിക്കണം, ഇന്നലെ ഉണ്ടായിരുന്ന ഇന്ന് ഇല്ലാത്ത ഒരു ദുഃഖത്തെ എനിക്ക് ഇന്നലെ ദുഃഖമുണ്ടായി, ഇന്നലെ എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി എന്ന് ഞാൻ ഇന്ന് ഓർക്കുന്നു. ഇതിനെന്താ പേര്? സ്മൃതി എന്നാണ് പേര്. പ്രത്യക്ഷജ്ഞാനാണോ? സ്മൃതി പ്രത്യക്ഷജ്ഞാനല്ല, ഓർത്തെടുക്കുകയാണ്. ഇപ്പൊ എനിക്ക് ആ ദുഃഖമില്ല. പക്ഷെ ഇവിടെ നിങ്ങൾ പറയുന്ന ലക്ഷണം വരുന്നുണ്ട്. എങ്ങനെയാണ് ചോദിച്ചാൽ, വൃത്തി എന്ന് പറയുന്നത് ഒരു അന്ധക്കരണ വൃത്തിയാണ്. ആ അന്ധക്കരണ വൃത്തി എവിടെയാണ് സംഭവിക്കുന്നത്? അന്ധക്കരണത്തിലാണ് സംഭവിക്കുന്നത്. ഇന്നലെ ഉണ്ടായിരുന്ന ദുഃഖം അതെവിടെയാണ് ഉണ്ടായിരുന്നത്? അന്ധക്കരണത്തിലാണ് ഉണ്ടായിരുന്നത്. ഇന്നലെ ഉണ്ടായിരുന്ന ആ ദുഃഖം യോഗ്യമായതാണോ? യോഗ്യമാണ്. പ്രത്യക്ഷീകരിക്കാൻ യോഗ്യമായിരുന്നതാണല്ലോ. ഇന്നലെ അത് പ്രത്യക്ഷമായിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ പ്രത്യക്ഷീകരിക്കാൻ യോഗ്യമായ ഒരു വിഷയമാണോ ദുഃഖം എന്ന് പറയുന്നത്? ആണ്. തത്തതിന്ദ്രിയ യോഗ്യം എന്ന് പറയേണ്ടടുത്ത് ഇന്ദ്രിയ യോഗ്യമാണെങ്കിൽ മാത്രമേ ഇന്ദ്രിയ യോഗ്യം എന്ന് പറയേണ്ട ആവശ്യമുള്ളൂ. ഇന്ദ്രിയ യോഗ്യമല്ല, കുഴപ്പമില്ല, യോഗ്യമാണെന്ന് വെച്ചാൽ മതി. അപ്പൊ യോഗ്യമായ വിഷയം എന്ന നിലയ്ക്ക് നമുക്ക് ദുഃഖത്തിനെ എടുക്കാം. യോഗ്യ വിഷയ ഇത്യനേന ദുഃഖം സ്വീകർത്തും ശക്യത്തെ. തച്ച ദുഃഖം കുത്ര വർത്തതെ? അന്ധകരണേ വർത്തതെ. അദ്യ കിം കരോമി തദ് ദുഃഖം സ്മരാമി.
इदानीं स्मरणागारा वृत्तिः एका जायते, सा कुत्र अस्ति? अन्तःकरणे वर्तते। तर्हि अन्तःकरणावच्छिन्नचैतन्यं दुःखावच्छिन्नचैतन्यं च एकं स्यात्। एकं भवति वा? न भवति। किमर्थं न भवति इत्युक्ते दुःखं तत्र नास्ति, दुःखं तत्र नास्त्येव। तस्मात् വർത്തമാനത്വം അപേക്ഷിതേ വിഷയസ്യ. വിഷയം വർത്തമാനമാണ് അല്ലെങ്കിൽ, വർത്തമാനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളതല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വൃത്തി വന്നാലും ആ വൃത്തിക്ക് പ്രത്യക്ഷജ്ഞാനം എന്ന് പേര് കൊടുക്കാൻ പറ്റില്ല എന്നർത്ഥം. ഇങ്ങനെയൊക്കെ ഈ പ്രത്യക്ഷ ലക്ഷണത്തെ പരിഷ്കരിക്കണം എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തൽക്കാലം നമുക്കൊന്ന് നിർത്താം.